ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഹലോ, മിസ് കേൾക്കാം. നമ്മൾ ഇന്നലെ പെർമനന്റ് വേയുടെ ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ടുള്ള റെയിലും കംപ്ലീറ്റ് പറഞ്ഞു. അതുപോലെ തന്നെ റെയിൽ ജോയിന്റ്സ് വരെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ അടുത്ത പെർമനന്റ് വേയിലെ അടുത്ത കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പേഴ്സ് ആണ്. റെയിലിനെ സപ്പോർട്ട് ചെയ്യുന്നത് സ്ലീപ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് സ്ലീപ്പറിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. സ്ലീപ്പറിന്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to support the rail firmly and evenly. റെയിലിനെ സപ്പോർട്ട് ചെയ്യുന്നത് സ്ലീപ്പർ ആണ്. ദെൻ സെക്കൻഡ് വൺ, ടു മെയിൻറ്റെയിൻ ദ ഗേജ് ഡിസ്റ്റൻസ്. ഗേജ് ഡിസ്റ്റൻസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫംഗ്ഷൻ കൂടി സ്ലീപ്പർ ചെയ്യുന്നുണ്ട്. അടുത്ത തേർഡ് ഫംഗ്ഷൻ, ടു ഡിസ്ട്രിബ്യൂട്ട് ദ വെയിറ്റ് കമ്മിങ് ഓൺ ദ റെയിൽസ് ഓവർ സഫീഷ്യന്റ്ലി ലാർജ് ഏരിയ ഓഫ് ബെല്ലാസ്റ്റ്. റെയിലിൽ നിന്ന് വരുന്ന ലോഡ് ബെല്ലാസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ത്രൂ സ്ലീപ്പേഴ്സ് ആണ്. അപ്പൊ റെയിലിനെ ഫേംലി ആൻഡ് ഈവൻലി സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഗേജ് ഡിസ്റ്റൻസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. റെയിലിൽ നിന്ന് വരുന്ന ലോഡിനെ ബെല്ലാസ്റ്റിലേക്ക്, സ്ലീപ്പറിന്റെ താഴെയാണ് ബെല്ലാസ്റ്റിലേക്ക് വരുന്നത്, ബെല്ലാസ്റ്റിലേക്ക് സേഫ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത്രയും ഫങ്ഷൻസ് ആണ് സ്ലീപ്പേഴ്സിന് വരുന്നത്. കേൾക്കാൻ പറ്റുന്നല്ലോ? കട്ടാവുന്നൊന്നുമില്ലല്ലോ? ഹലോ, ദെൻ നമുക്കിനി ടൈപ്സ് ഓഫ് സ്ലീപ്പേഴ്സ് നോക്കാം. ടൈപ്സ് ഓഫ് സ്ലീപ്പേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ പൊസിഷൻ ഓഫ് റെയിൽവേ ട്രാക്ക്. റെയിൽവേ ട്രാക്കിൽ സ്ലീപ്പേഴ്സ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിന്റെ പൊസിഷൻ വെച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലീപ്പർ, രണ്ടാമത്തത് ട്രാൻസ്വേഴ്സ് സ്ലീപ്പർ. അങ്ങനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലീപ്പർ. ആ ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ട് റെയിൽസ് കാണിച്ചിട്ടുണ്ട്. റെയിൽസിന്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ, ഇത് പ്ലാൻ വ്യൂ ആണ് തന്നിട്ടുള്ളത്, ത്രൂ ഔട്ട് റെയിൽസിന്റെ താഴെ സ്ലീപ്പേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുകയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലീപ്പേഴ്സിന്റെ കേസിൽ. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് സ്ലീപ്പർ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലീപ്പറിന്റെ പ്രത്യേകത, സ്ലീപ്പറിന് താഴെ ത്രൂ ഔട്ട് സ്ലീപ്പർ ലെങ്ത്തില്, റെയിൽസിന് താഴെ ത്രൂ ഔട്ട് റെയിൽ ലെങ്ത്തില് സ്ലീപ്പേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുകയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലീപ്പേഴ്സിൽ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലീപ്പർ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് നോക്കാം. ഈ ത്രൂ ഔട്ട് റെയിലിന്റെ താഴെ സ്ലീപ്പേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന കാരണം അതിന്റെ കോസ്റ്റ് ഹൈ ആയിരിക്കും. അതുപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ നോയ്സ്, കോസ്റ്റ് കൂടുതലാണ്, ഹൈ നോയ്സ് ആണ്. അതുപോലെ തന്നെ ചാൻസ് ഓഫ് ക്രഷിംഗ് ഫെയിലിയർ ഈസ് ഹൈ. ഈ എക്സ്പാൻഷൻ ജോയിന്റിൽ, എല്ലാ ജോയിന്റിലും എല്ലായിടത്തും കംപ്ലീറ്റ് ഈ സ്ലീപ്പർ വരുന്ന കാരണം അവിടെ ക്രഷിംഗ് ഫെയിലിയറിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ റണ്ണിങ് ഓഫ് ട്രെയിൻ ഈസ് നോട്ട് സ്മൂത്ത്. ഇത്രയും കാരണങ്ങളാണ്, ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലീപ്പറിനുള്ളത്. ത്രൂ ഔട്ട് റെയിലിന് താഴെ ത്രൂ ഔട്ട് ലെങ്ത് വൈസ് സ്ലീപ്പർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലീപ്പേഴ്സ്. ഇനി നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ട്രാൻസ്ഫർ സ്ലീപ്പേഴ്സ് ആണ്. ട്രാൻസ്ഫർ സ്ലീപ്പർ എന്താ? ഈ റെയിൽസിന് താഴെ ട്രാൻസ്ഫേഴ്സ് ഡയറക്ഷനിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ട്രാൻസ്ഫർ സ്ലീപ്പേഴ്സ്. സ്ലീപ്പറിന്റെ സ്പേസിംഗ്, ട്രാൻസ്ഫർ സ്ലീപ്പേഴ്സിൽ അഡ്ജസന്റ് സ്ലീപ്പർ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 സെന്റിമീറ്റർ ടു 35 സെന്റിമീറ്റർ ആണ്. അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് സ്ലീപ്പർ ഡെൻസിറ്റി എന്താണെന്ന് നോക്കാം. സ്ലീപ്പർ ഡെൻസിറ്റി അടുത്തൊരു ടൈം പഠിക്കാനുള്ള സ്ലീപ്പർ ഡെൻസിറ്റി, ദ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ റെയിൽ ലെങ്ത്. ഒരു റെയിൽ ലെങ്ത്തിൽ എത്ര സ്ലീപ്പേഴ്സ് ഉണ്ട്, അതാണ് സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, സ്ലീപ്പർ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ n+3 to n+6 ആണ്. വേർ n ഈസ് ദ ലെങ്ത് ഓഫ് റെയിൽ ഇൻ മീറ്റേഴ്സ്. നമ്മൾ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽ പഠിച്ചു. ഇൻ ദ കേസ് ഓഫ് ബ്രോഡ് ഗേജിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12.8 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ആ സ്ലീപ്പർ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഒന്ന് നോക്കാം. സ്ലീപ്പർ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ n+3 to n+6 ആണ്. ഇവിടെ ബ്രോഡ് ഗേജിന്റെ കേസ് മാത്രം, നമുക്ക് ഒരു കേസ് മാത്രം എടുത്തു നോക്കാം. ബ്രോഡ് ഗേജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിട്ടുണ്ട്? ബ്രോഡ് ഗേജിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 12.8 ആണ്. ദാറ്റ് ഈസ് 12.8 + 3 to 12.8 + 6 ആണ്. ദാറ്റ് ഈസ് 15.8 to 18.8. നമുക്ക് റൗണ്ട് ചെയ്ത് 16 to 19 സ്ലീപ്പേഴ്സ്. അങ്ങനെയാണ് സ്ലീപ്പർ ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കുന്നത്. ദ എബവ് ഇക്വേഷൻ ഈസ് ഫോർ സ്ട്രെയിറ്റ് ട്രാക്ക്. ഇത് സ്ട്രെയിറ്റ് ട്രാക്ക്, സ്ട്രെയിറ്റ് ആണ്, കർവ്സ് ഒന്നും ഇല്ലെങ്കിലാണ് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. n+3 to n+6.
ഇനി നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് ഒരു കർവ്സിന്റെ ഒക്കെ കേസിലാണെങ്കിൽ കർവ്സ്, പോയിന്റ്, ക്രോസിംഗ്സ് ഇങ്ങനത്തെ കേസസിലാണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ ഇക്വേഷൻ അന്നേരം കർവ്സിന്റെ കേസിലൊന്നും ആപ്ലിക്കബിൾ അല്ല. ഇനി അപ്പൊ നമ്മൾ പൊസിഷൻ അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലീപ്പേഴ്സ് ആൻഡ് ട്രാൻസ്ഫർ സ്ലീപ്പർ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ. ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണോ ഇത് സ്ലീപ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ വെച്ച് നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ടിംബർ സ്ലീപ്പർ, സെക്കൻഡ് വൺ കാസ്റ്റ് അയൺ സ്ലീപ്പർ, നെക്സ്റ്റ് കോൺക്രീറ്റ് സ്ലീപ്പർ ആൻഡ് സ്റ്റീൽ സ്ലീപ്പർ. അതിൽ ഫസ്റ്റ് വൺ ആണ് ടിംബർ സ്ലീപ്പർ. ടിംബർ സ്ലീപ്പറിന്റെ പ്രത്യേകത ഇറ്റ് ഫുൾഫിൽ ഓൾ റിക്വയർമെന്റ്സ് ഓഫ് ആൻ ഐഡിയൽ സ്ലീപ്പർ. ഒരു ഐഡിയൽ സ്ലീപ്പറിന് വേണ്ട എല്ലാ ഫങ്ഷൻസും എല്ലാ റിക്വയർമെന്റ്സും ഫുൾഫിൽ ചെയ്യുന്ന ഒരു സ്ലീപ്പറാണ് ടിംബർ സ്ലീപ്പർ. ടിംബർ നമ്മൾ ടിംബറിനെ കുറിച്ച് സ്ലീപ്പർ മുന്നേ നോക്കിയായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബെസ്റ്റ് മെറ്റീരിയൽ ഫോർ സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ ടീക്കാണ്. CSI നമ്പർ ഏറ്റവും കൂടുതൽ ഉള്ളത് സാലിനാണ്. അതുകൊണ്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സ്ലീപ്പറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സാലാണ്. ബെസ്റ്റ് മെറ്റീരിയൽ ടിമാണ്. അത് കൂടുതലും ലോഡൊക്കെ എടുക്കേണ്ട കേസിൽ ഗർഡർ ബ്രിഡ്ജസിന്റെ കേസിലൊക്കെയാണ് നമ്മൾ ഈ ഹൈ കോസ്റ്റ് ഉള്ള ടീക്ക് പ്രിഫർ ചെയ്യുള്ളൂ. കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സാലാണ്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിംബർ സ്ലീപ്പർ ഈസ് ബെസ്റ്റ് ഫോർ ട്രാക്ക് സർക്യൂട്ടിങ്. ട്രാക്ക് സർക്യൂട്ടിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ടിംബർ സ്ലീപ്പർ ആണ്. ഇനി അതിന് ടിംബർ സ്ലീപ്പറിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ടിംബർ ആണ്, അതിന് പെട്ടെന്ന് നശിച്ചു പോകാം, അതുകൊണ്ട് അതിന്റെ ലൈഫ് ലെസ് ആണ്. 10 to 20 years ആണ് ടിംബർ സ്ലീപ്പറിന്റെ ലൈഫ് സ്പാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ടിംബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്ക്രാപ്പ് വാല്യൂ, അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. സോ സ്ക്രാപ്പ് വാല്യൂ ഇസ് വെരി ലെസ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ് അഡ്സിങ് ഓഫ് സ്ലീപ്പേഴ്സ്. നമ്മൾ റെയിൽ ടിൽറ്റ് ചെയ്ത് കൊടുക്കുക, 1/20 ടിൽറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് താഴെ സ്ലീപ്പർ ആയിട്ട് ടിംബർ സ്ലീപ്പർ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ ആ ടിംബറും കൂടി ഒരു 1/20 സ്ലോപ്പ് കൊടുക്കണം. അപ്പൊ ഇവിടെ ടിംബർ സ്ലീപ്പർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അഡ്സിങ് എന്ന് പറഞ്ഞ ഒരു വർക്ക് കൂടി ചെയ്ത് കൊടുക്കേണ്ടി വരും. ദെൻ ബെയറിംഗ് പ്ലേറ്റ്, നമ്മൾ CSI നമ്പർ ലെസ് ദാൻ 82 ആണെങ്കിൽ ബെയറിംഗ് പ്ലേറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ടിംബർ സ്ലീപ്പറിന്റെ കേസിൽ. ഇത്രയൊക്കെയാണ് ടിംബർ സ്ലീപ്പറിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തത് സൈസ് ഓഫ് ടിംബർ സ്ലീപ്പറിന്റെ സൈസസ് ഒന്ന് നമുക്ക് നോക്കാം. ബ്രോഡ് ഗേജിന്റെ കേസ് ആണെങ്കിൽ ടിംബർ സ്ലീപ്പറിന്റെ സൈസ് 275 സെന്റിമീറ്റർ ബൈ 25 സെന്റിമീറ്റർ ബൈ 13 സെന്റിമീറ്റർ. അടുത്തത് മീറ്റർ ഗേജ് സൈസ് ഓഫ് ടിംബർ സ്ലീപ്പർ ഈസ് 180 സെന്റിമീറ്റർ ബൈ 20 സെന്റിമീറ്റർ ബൈ 11.5 സെന്റിമീറ്റർ ആയിരിക്കും. The case of narrow gauge, it is 150 centimeter by 18 centimeter by 11.5 centimeter. ഇനി അടുത്ത മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ കാസ്റ്റ് അയൺ സ്ലീപ്പർ ആണ്. അതിലും ഒരു 5 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, അതൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. അതിന്റെ പേരുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. പോട്ട് സ്ലീപ്പേഴ്സ്, അതിന്റെ ഷേപ്പ് അനുസരിച്ച് പ്ലേറ്റ് സ്ലീപ്പർ, ബോക്സ് സ്ലീപ്പർ, CST9 സ്ലീപ്പർ. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. CST9 സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഇന്ത്യ. കാസ്റ്റ് അയൺ സ്ലീപ്പറിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇത്രയും ടൈപ്പ് ഉണ്ടെങ്കിലും കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്നിടത്ത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് CST9 സ്ലീപ്പർ ആണ്. CST9ന്റെ ഫുൾ ഫോം സെൻട്രൽ സ്റ്റാൻഡേർഡ് ട്രയൽ 9, ദെൻ ഡ്യൂപ്ലെക്സ് സ്ലീപ്പർ. ഇനി കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ സാൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ബെല്ലാസ്റ്റ്. അതിന്റെ താഴെ നമുക്ക് ബെല്ലാസ്റ്റ് ആയിട്ട് സാൻഡ് യൂസ് ചെയ്യാം. അതുപോലെ കാസ്റ്റ് അയൺ ആണെങ്കിൽ അതിന്റെ ലൈഫ് കൂടുതലാണ്, 50 to 60 years ആണ്. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ ടിംബർ പോലെയല്ല, അതിന് നല്ല സ്ക്രാപ്പ് വാല്യൂ ആയിരിക്കും. ഇനി അടുത്തൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്ലീപ്പർ ഇൻ ഇന്ത്യ എന്നാണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പർ. ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ആണ്. ഇതിന്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 to 50 years ആണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സിന്റെ ലൈഫ്. അടുത്തത് വരുന്നത് സ്റ്റീൽ സ്ലീപ്പേഴ്സ് ആണ്. സ്റ്റീൽ സ്ലീപ്പർ സ്റ്റീൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൊറോഷൻ ചാൻസ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷന് വേണ്ടി സ്പെഷ്യൽ കോട്ടിംഗ് കൂടി അവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ കോസ്റ്റ് ഹൈ ആയിരിക്കും. അതിന്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ 20 to 25 years ആണ് സ്റ്റീൽ സ്ലീപ്പേഴ്സിന്റെ ലൈഫ് വരുന്നത്. അടുത്തത് പെർമനന്റ് വേവ് റെയിൽവേ, അഥവാ റെയിൽവേ ട്രാക്കിന്റെ അടുത്തൊരു കമ്പോണന്റ് വരുന്നത് ബെല്ലാസ്റ്റ് ആണ്. നമുക്ക് ബെല്ലാസ്റ്റ് നോക്കാം.
ബെല്ലാസ്റ്റ് എന്താ? ആദ്യം റെയില്, ദെൻ റെയിലിനെ സപ്പോർട്ട് ചെയ്യാനായി സ്ലീപ്പേഴ്സ്, ദെൻ സ്ലീപ്പേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ബെല്ലാസ്റ്റിന്റെ മുകളിലാണ്. അപ്പൊ ബെല്ലാസ്റ്റിന്റെ ഡെഫിനേഷൻ ഒന്ന് നമുക്ക് നോക്കാം. ബെല്ലാസ്റ്റിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം നമുക്ക്. It is the granular material, usually broken stone, placed and packed below and around the sleeper is called as ballast. ബെല്ലാസ്റ്റ് യൂഷ്വലി നമ്മൾ ബ്രോക്കൺ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ലീപ്പേഴ്സിന്റെ താഴെയും അതിന് ചുറ്റുമായിട്ട്, ഒന്ന് സ്ലീപ്പേഴ്സിന്റെ നേരെ താഴെ അതിന്റെ ചുറ്റുമൊക്കെ ആയിട്ട് നമ്മൾ കുറെ ബ്രോക്കൺ സ്റ്റോൺസ്, നമ്മൾ റെയിൽവേ ട്രാക്കിലൂടെ ഒക്കെ നടക്കുമ്പോൾ കാണുന്ന ആ ഒരു കല്ലുകളാണ് ബെല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ബെല്ലാസ്റ്റിൽ തന്നെ നമുക്ക് രണ്ട് ടേംസ് പഠിക്കാനുണ്ട്. ഒന്ന് പാക്കിംഗ്, അടുത്തത് ബോക്സിംഗ്. പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീപ്പറിന്റെ തൊട്ട് താഴെ വരുന്ന ബെല്ലാസ്റ്റ് ശരിക്കും ടൈറ്റ്ലി റാം ചെയ്ത് നന്നായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതായിരിക്കും ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി. റെയിലിൽ നിന്ന് വരുന്ന ലോഡ് ആദ്യം സ്ലീപ്പേഴ്സിലേക്കും സ്ലീപ്പറിൽ നിന്ന് വരുന്ന ആ ലോഡിനെ ബെല്ലാസ്റ്റിലേക്കുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ സ്ലീപ്പറിന്റെ തൊട്ട് താഴെ ആ ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സ്ലീപ്പറിന്റെ തൊട്ട് താഴെ നല്ല ടൈറ്റ്ലി റാം ചെയ്താണ് ബെല്ലാസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ അതിനെ പാക്കിംഗ് എന്ന് പറയും. പിന്നെ അതുകൂടാതെ സ്ലീപ്പേഴ്സിന്റെ സൈഡിലേക്കും കൂടി നമ്മൾ ബെല്ലാസ്റ്റ് കൊടുക്കുന്നത്. അത് സ്ലീപ്പറിനെ കറക്റ്റ് ലൂസ് ആയിട്ടായിരിക്കും, ഇത്രയും ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യാതെ ലൂസ്ലി ഫിൽ അറൌണ്ട് ദ സ്ലീപ്പർ ആൻഡ് ഓൺ സ്ലോപ്പ് ടു കീപ് ദ സ്ലീപ്പർ ഇൻ പൊസിഷൻ. സ്ലീപ്പറിനെ കറക്റ്റ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്ലീപ്പറിന്റെ സൈഡ്സിലും സ്ലോപ്പിലും ഒക്കെ ആയിട്ട് ഈ ബെല്ലാസ്റ്റ് ലൂസ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ബോക്സിംഗ് എന്ന് പറയുന്നത്. ടൈറ്റ് ആയിട്ട് റാം ചെയ്ത് കൊടുക്കുന്നത് പാക്കിങ്ങും, ലൂസ് ആയിട്ട് കൊടുക്കുന്നതിനെ ബോക്സിംഗ് എന്നും വിളിക്കും. ഇനി ബെല്ലാസ്റ്റിന്റെ ഫങ്ഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ, ട്രാൻസ്ഫർ ദ ലോഡ് ഫ്രം സ്ലീപ്പർ ടു ദ സബ്ഗ്രേഡ്. നമ്മൾ പറഞ്ഞു സ്ലീപ്പറിൽ നിന്നുള്ള ലോഡിനെ സബ്ഗ്രേഡിലേക്ക് സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ഹോൾഡ് ദ സ്ലീപ്പർ ഇൻ പൊസിഷൻ. സ്ലീപ്പറിനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നത് ബെല്ലാസ്റ്റ് ആണ്. തേർഡ്, ഇറ്റ് ഇമ്പാർട്ട്സ് സം ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി. കുറച്ച് ഇലാസ്റ്റിസിറ്റി കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ബെല്ലാസ്റ്റ്. ദെൻ പ്രൊവൈഡ് ഗുഡ് ഡ്രെയിനേജ് ഫൗണ്ടേഷൻ ബിലോ സ്ലീപ്പർ. ബെല്ലാസ്റ്റ് ഒരു ഡ്രെയിനേജ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ബെല്ലാസ്റ്റ്. ദെൻ റിക്വയർമെന്റ് ഓഫ് ഗുഡ് ബെല്ലാസ്റ്റ്. ബെല്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ബെല്ലാസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, should able to withstand hard packing without disintegration. നമ്മൾ പറഞ്ഞു സ്ലീപ്പറിന്റെ താഴെ ബെല്ലാസ്റ്റ് ശരിക്കും പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ടൈറ്റ്ലി റാം ചെയ്ത് കൊടുക്കണം. അങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഡിസിന്റഗ്രേഷൻ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കണം, ആ പാക്കിങ്ങിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കണം. അടുത്തത്, ഷുഡ് പ്രൊവൈഡ് ഈസി ഡ്രെയിനേജ്. ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് നോട്ട് മേക്ക് ദ ട്രാക്ക് ഡസ്റ്റി. ട്രാക്കിൽ ഡസ്റ്റ് ഒന്നും ഇല്ലാതെ കീപ്പ് ചെയ്യണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഡസ്റ്റ് വന്നാൽ തന്നെ ഈസി ഫോർ ക്ലീനിങ്, ഈസി ആയിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ സാധിക്കണം. അടുത്ത റിക്വയർമെന്റ്, ഷുഡ് ഓഫർ റെസിസ്റ്റൻസ് ടു അബ്രാഷൻ ആൻഡ് വെതറിങ്. അടുത്തത്, ഇറ്റ് ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് എനി കെമിക്കൽ ആക്ഷൻ വിത്ത് റെയിൽ. റെയിലുമായിട്ട് ചേർന്ന് ഒരു കെമിക്കൽ റിയാക്ഷനും അവിടെ ഉണ്ടാകരുത്. നെക്സ്റ്റ്, ഈസിലി വർക്കബിൾ ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സ്പെസിഫൈഡ് സൈസ്. അതിനൊരു സ്പെസിഫൈഡ് സൈസ്, നമുക്ക് റെയിലിലൂടെ ട്രാക്കിലൂടെ ഒക്കെ നടക്കുമ്പോൾ മനസ്സിലാകാം ആ ബെല്ലാസ്റ്റിനൊക്കെ ഓൾമോസ്റ്റ് ഒരു സെയിം യൂണിഫോം സൈസ് ആയിരിക്കും, ഒരു സ്പെസിഫൈഡ് സൈസിലായിരിക്കണം ബെല്ലാസ്റ്റ്. അങ്ങനെയാണ് നമുക്ക് ആ സ്പെസിഫൈഡ് സൈസിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണെന്ന് നോക്കാം. സ്പെസിഫൈഡ് സൈസ് യൂഷ്വലി പറയുന്നത് ഗുഡ് ballast should have stone having size between 2 cm and 5 cm. 2 cm നും 5 cm നും ഇടയ്ക്കുള്ള ഒരു സൈസ് ആണ് സ്പെസിഫൈഡ് സൈസ് ആയിട്ട് പറയുന്നത്. അങ്ങനെ ഒരു റേഞ്ച് എടുക്കാൻ കാരണം നോക്കുക, ഒരു വുഡൻ സ്ലീപ്പർ ആണെങ്കിൽ ബെല്ലാസ്റ്റ് സൈസ് നമ്മൾ കൊടുക്കുന്നത് 5.1 cm, അപ്രോക്സിമേറ്റ്ലി 5 cm ആയിരിക്കും. സ്ലീപ്പർ സ്റ്റീൽ ആണെങ്കിൽ, സ്റ്റീൽ സ്ലീപ്പറിന്റെ കേസിൽ 3.8 cm, നിയർലി ഒരു 4 cm. ദെൻ പോയിന്റ്സും ക്രോസിംഗ്സും വരുന്ന ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ബെല്ലാസ്റ്റിന്റെ സൈസ് കുറച്ചുകൂടി ചെറുതായിരിക്കും, 2.54, നിയർലി 2 cm. അതാണ് ഇവിടെ സ്പെസിഫൈഡ് സൈസ് ഇൻ ബിറ്റ്വീൻ 2 cm ആൻഡ് 5 cm എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ബെല്ലാസ്റ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബെല്ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽസ്,
ബ്രോക്കൺ സ്റ്റോൺസ് ഓർ ബ്രിക്സ്, ഗ്രാവൽ, ആഷസ്, സാൻഡ്, മൂറം, കൺകാർ, ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, സെലക്ടഡ് എർത്ത്. ഇത് എന്തോ വേണമെങ്കിലും നമുക്ക് ബെല്ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. യൂഷ്വലി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രോക്കൺ സ്റ്റോൺസ് ആണ്. ദെൻ ബെല്ലാസ്റ്റിന്റെ ഡയമെൻഷൻസ് ഒന്ന് നോക്കാം. അടുത്തത് ബെല്ലാസ്റ്റ് ഡയമെൻഷൻ നോക്കാം. അപ്പൊ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. അതില് ബെല്ലാസ്റ്റ് കാണിച്ചിരിക്കുന്നുണ്ടോ? ആദ്യം റെയിൽസ് ആണ് കാണിച്ചിട്ടുള്ളത്. റെയിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്ലീപ്പറിന്റെ താഴെ ബെല്ലാസ്റ്റ്, സ്ലീപ്പറിന്റെ താഴെ അത് ആ വരച്ചിരിക്കുന്നുണ്ടോ? ആ സൈഡിൽ നിന്ന് മുതൽ ഇങ്ങനെ വരുന്നുണ്ട്. ബെല്ലാസ്റ്റ് ആ ട്രപ്പിസോയിഡൽ ഷേപ്പിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ബെല്ലാസ്റ്റിന്റെ മൊത്തം ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ബെല്ലാസ്റ്റിന് സൈഡ് സ്ലോപ്പ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 1:1 സ്ലോപ്പ് ആണ് ഈ സൈഡിൽ കൊടുക്കുന്ന സ്ലോപ്പ്. ദെൻ ലെങ്ത് ഓഫ് ബെല്ലാസ്റ്റ്, ഈ ടോപ്പ് വിഡ്ത്തിനെയാണ് ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ബെല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പ് ടു ബോട്ടം ഡിസ്റ്റൻസിനെ അല്ല ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്ലീപ്പറിന്റെ ബോട്ടത്തിൽ നിന്ന് സബ്ഗ്രേഡിന്റെ ടോപ്പ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോട്ടം ഓഫ് സ്ലീപ്പർ ആൻഡ് ടോപ്പ് ഓഫ് സബ്ഗ്രേഡ്. സ്ലീപ്പറിന്റെ ബോട്ടം ടു സബ്ഗ്രേഡിന്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ സ്ട്രെയിറ്റ് ലൈൻ ട്രാക്ക്, ഇപ്പോ സ്ട്രെയിറ്റ് ലൈൻ ട്രാക്കിന്റെ കേസിൽ ഈ ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് S-B/2, വേർ S ഈസ് ദ സ്ലീപ്പർ സ്പേസിംഗ്. നമ്മൾ സ്ലീപ്പറിന്റെ സ്പേസിംഗ് അവിടെ പറഞ്ഞായിരുന്നു 30 സെന്റിമീറ്റർ ടു 35 സെന്റിമീറ്റർ. അപ്പൊ സ്ലീപ്പർ സ്പേസിംഗ്, B വിഡ്ത്ത് ഓഫ് സ്ലീപ്പറും സ്ലീപ്പർ സ്പേസിംഗും വെച്ച് നമുക്ക് ഡെപ്ത് ഓഫ് സ്ലീപ്പർ കണ്ടുപിടിക്കാം. ഇനി ഓരോ ഗേജ് ഡിസ്റ്റൻസിലും ലെങ്ത് ഓഫ് ബെല്ലാസ്റ്റും ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റ്, ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ബെല്ലാസ്റ്റും ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റും എത്രയാണ് വാല്യൂസ് നോക്കാം. ഫോർ ബ്രോഡ് ഗേജ് ലെങ്ത് ഓഫ് ബെല്ലാസ്റ്റ് ഈസ് 335 സെന്റിമീറ്റർ, ഡെപ്ത് 200 mm. യൂണിറ്റ് ശ്രദ്ധിക്കാം. മീറ്റർ ഗേജ് ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ബെല്ലാസ്റ്റ് ഈസ് 230 സെന്റിമീറ്റർ, ഡെപ്ത് 150 mm. ഫോർ നാരോ ഗേജ് width of ballast is 185 centimeter and depth of ballast is 150 mm. ഇത്രയൊക്കെയാണ് ഡയമെൻഷൻസ് ഓഫ് ബെല്ലാസ്റ്റ് വരുന്നത്. അടുത്തത് നമുക്ക് പെർമനന്റ് വേ അഥവാ റെയിൽവേ ട്രാക്കിന്റെ അടുത്തൊരു കമ്പോണന്റ് ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് ആണ്. ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് ടുഗദർ ഇൻ ദർ പ്രോപ്പർ പൊസിഷൻ. റെയിലിനെയും സ്ലീപ്പറിനെയും പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണക്ഷൻസിനെയാണ് ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അതിന് പ്രോപ്പർ ലൊക്കേഷൻ പൊസിഷനിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിഷ് പ്ലേറ്റ്. ഫിഷ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഫിഗറിൽ ഇതൊരു റെയില്, ഇത് അടുത്ത റെയില്, ഈ റെയിലിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഫിഷ് പ്ലേറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു റെക്ടാംഗുലർ ഷേപ്പില് ഫിഷ് പ്ലേറ്റിനെ ആ റെയിലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഫിഷ് ബോൾട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഫിഷ് പ്ലേറ്റ് അതുപോലെ തന്നെ രണ്ട് സൈഡിലും കൊടുക്കും. ഈ ഒരു ജോയിന്റിന്റെ രണ്ട് സൈഡിലും നമ്മൾ കൊടുക്കും. അപ്പോൾ 2 ഫിഷ് പ്ലേറ്റ്സ് ആണ് നമ്മൾ ഒരു ജോയിന്റിൽ, ഓരോ ജോയിന്റിലും 2 ഫിഷ് പ്ലേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ ഒരു സൈഡാണ് നമ്മൾ ഈ കാണുന്നത്, അതിന്റെ അടുത്ത സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും ഒരു ഫിഷ് പ്ലേറ്റ് കൊടുക്കും. അങ്ങനെ ഒരു ജോയിന്റിൽ 2 പെയർ ഫിഷ് പ്ലേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഫിഷ് പ്ലേറ്റും റെയിലിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് ബോൾട്ട് കൊടുക്കും. അപ്പൊ അടുത്ത ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സിൽ അടുത്ത കമ്പോണന്റ് ആണ് ഫിഷ് ബോൾട്ട്. 4 to 6 ബോൾട്ട് പെർ ജോയിന്റ്. ഒരു ജോയിന്റിൽ നമ്മൾ 4 മുതൽ 6 വരെ ബോൾട്ട് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഫിഗറിൽ 6 ബോൾട്ട് ആണ് കാണിച്ചിട്ടുള്ളത്. 6 ബോൾട്ട് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ 3, ഈ സൈഡിൽ 3, 4 ആണെങ്കിൽ 2 വെച്ച് കൊടുക്കും. ഇന്ത്യൻ സ്റ്റാൻഡേർഡിലെ നമ്പർ ഓഫ് ബോൾട്ട് 4 നമ്പേഴ്സ് ആണ്. ബോൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീൽ ആണ്. പക്ഷെ ഇപ്പൊ നവഡേയ്സ് ഈ ബോൾട്ടഡ് കണക്ഷനേക്കാളും കൂടുതൽ സ്ട്രോങ് വെൽഡഡ് കണക്ഷൻ ആണ്. അപ്പൊ കൂടുതൽ ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് വെൽഡഡ് കണക്ഷൻ ആണ്. അടുത്തത് റെയിൽ ചെയേഴ്സ്. നമ്മള് ടൈപ്പ് ഓഫ് റെയിൽസ് പഠിച്ചപ്പോ പറഞ്ഞു ബുൾ ഹെഡഡ് റെയിൽസിന്റെ കേസിൽ അതിനൊരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ആ ഇൻസ്റ്റെബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി അതിനെ സ്ലീപ്പറുമായിട്ട്
പ്ലേസ് ചെയ്യുന്നതിന് ഒരു ചെയർ നമ്മൾ കൊടുക്കും. അതിനാണ് ഈ റെയിൽ ചെയേഴ്സ്. ശരിക്കും ഫോർ ഹോൾഡിംഗ് ഡബിൾ ഹെഡഡ് ആൻഡ് ബുൾ ഹെഡഡ് റെയിൽസ്, ഡബിൾ ഹെഡഡിനെയും ബുൾ ഹെഡഡിനെയും ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെയിൽ ചെയേഴ്സ് യൂസ് ചെയ്യും. ഡബിൾ ഹെഡഡ് നവഡേയ്സ് നോട്ട് ഇൻ യൂസ് ആണ്. അപ്പൊ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് അത് ബുൾ ഹെഡഡ് റെയിൽസിനായിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ഓവർ ലാർജ് ഏരിയ. ചെയർ ആണ് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ചെയറിന്റെ മെറ്റീരിയൽ കാസ്റ്റ് അയൺ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ ചെയർ ഈസ് ഹാവിംഗ് സ്ലോപ്പ് ഓഫ് 1/20. നമ്മൾ റെയിലിന് ഒരു 1/20 സ്ലോപ്പ് കൊടുത്ത് ടിൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചെയറിനും ഒരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് 1/20. അതുപോലെ തന്നെ ചെയറിനെയും സ്ലീപ്പറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ബോൾട്ട് അല്ലെങ്കിൽ സ്പൈക്ക് റൗണ്ട് ബോൾട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത കമ്പോണന്റ് കീസ് നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദീസ് ആർ യൂസ്ഡ് ടു ഫിക്സ് ദ റെയിൽ ടു ചെയർ. റെയിലിനെ ചെയറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കീസ് ഗേജ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കീ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഗേജ് ഡിസ്റ്റൻസ്. ഓൾഡൻ ഡേയ്സിലൊക്കെ നമ്മൾ ടിമ്പർ കീസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രസന്റ്ലി സ്റ്റീൽ കേസ് ആണ് യൂസ് ചെയ്യുന്നത്. കീയുടെ മെറ്റീരിയൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഒരു കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയറിംഗ് പ്ലേറ്റ് ആണ്. ബെയറിംഗ് പ്ലേറ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസിന്റെ കേസിലാണ് നമ്മൾ ബെയറിംഗ് പ്ലേറ്റ് കൊടുക്കുന്നത്. അവിടെ ടിമ്പർ സ്ലീപ്പേഴ്സ് ക്വാളിറ്റി കുറഞ്ഞ CSI നമ്പർ <82 വരുന്ന കേസിലാണ് നമ്മൾ ബെയറിംഗ് പ്ലേറ്റ് കൊടുക്കുന്നത്. അപ്പോ ബെയറിംഗ് പ്ലേറ്റ് ഹെൽപ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ഫ്രം ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ടു ദ ടിമ്പർ സ്ലീപ്പർ ഓവർ വൈഡ് ഏരിയ. അപ്പൊ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസിന്റെ കേസിൽ സ്ലീപ്പറിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് ബെയറിംഗ് പ്ലേറ്റ്. റെയിലിനും ടിമ്പർ സ്ലീപ്പറിനും ഇടയിലാണ് നമ്മൾ ഈ ബെയറിംഗ് പ്ലേറ്റ് പ്ലേസ് ചെയ്യുന്നത്. അടുത്ത ആന്റി ക്രീപ്പേഴ്സ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ക്രീപ്പിംഗ് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ റെയിലിന് ക്രീപ്പിംഗ് ഉണ്ടാവാതെ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആങ്കേഴ്സ്. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ആങ്കേഴ്സ് അഥവാ ആന്റി ക്രീപ്പേഴ്സ്. ക്രീപ്പ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. അടുത്താണ് സ്പൈക്സ് നോക്കാം. സ്പൈക്സ് എന്തിനായിരുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫിക്സ് റെയിൽ ടു വുഡൻ സ്ലീപ്പർ. റെയിലിനെ സ്ലീപ്പറിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെയിലിനെ സ്ലീപ്പറിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൈക്സ് യൂസ് ചെയ്യുന്നത്. സ്പൈക്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഷുഡ് ബി ചീപ്പ്, ഈസിലി ഫിക്സ്ഡ് ആൻഡ് റിമൂവ്ഡ്. അതുപോലെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പൈക്സ് വേണം ചൂസ് ചെയ്യാൻ. സ്പൈക്സ് വിച്ച് മെയിൻറ്റെയിൻ ദ ഗേജ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്പൈക്സ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പൈക്സ് നമുക്ക് നോക്കാം. സ്പൈക്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഡോഗ് സ്പൈക്സ്. ഡോഗ് സ്പൈക്സിന്റെ പ്രത്യേകത ഈ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ സെക്ഷൻ ആണ് സെക്ഷൻ AA. ഒരു ക്രോസ് സെക്ഷൻ സ്ക്വയർ ആണ് ഡോഗ് സ്പൈക്സിന്. പിന്നെ അതിന്റെ ഹെഡിൽ ഇതുപോലൊരു പ്രൊജക്ഷൻ കാണും. അതുകൊണ്ടാണ് അതിന് ഡോഗ് സ്പൈക്സ് എന്ന് പറഞ്ഞു. അതിന്റെ ആ ഒരു ഷേപ്പ് കൊണ്ടാണ് അതിന് ഡോഗ് സ്പൈക്സ് എന്നുള്ള ഒരു പേര് പറയാൻ കാരണം. സെക്ഷൻ സ്ക്വയർ ആണ്. ഹെഡിന്റെ പോർഷനിൽ ടോപ്പിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും. ആ പ്രൊജക്ഷനെ ലെഗ്സ് എന്നാണ് വിളിക്കുന്നത്. കോമൺലി യൂസ്ഡ് ഇൻ ഇന്ത്യൻ റെയിൽവേയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോഗ് സ്പൈക്സ് ആണ്. അത് ഓർത്തിരിക്കുക. ഏത് സ്പൈക്സ് ആണ് ഇന്ത്യൻ റെയിൽവേയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത റൗണ്ട് സ്പൈക്സ്. റൗണ്ട് സ്പൈക്സ് നമുക്കിപ്പോ നല്ല പരിചയമുണ്ട്. മെയിൻലി യൂസ്ഡ് ഫോർ കണക്ടിങ് ചെയേഴ്സ് ടു വുഡൻ സ്ലീപ്പേഴ്സ്. വുഡൻ സ്ലീപ്പേഴ്സിൽ ചെയറിനെ വുഡൻ സ്ലീപ്പേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നതാണ് റൗണ്ട് സ്പൈക്സ്. അതിന്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ആയിരിക്കും. അടുത്തത് ഫാങ് ബോൾട്ട്. ഓൾട്ടർനേറ്റീവ് ടു ദ റൗണ്ട് സ്പൈക്സ്. റൗണ്ട് സ്പൈക്സിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു ഫാങ് ബോൾട്ട്. പക്ഷെ ഫിക്സിംഗ് ആൻഡ് റിമൂവിങ് ഈസ് മോർ ഡിഫിക്കൽട്ട്. ഫാങ് ബോൾട്ട് ഫിക്സിങ്ങും റിമൂവിങ്ങും ഡിഫിക്കൽട്ട് ആണ്. അടുത്തത് ഹുക്ക് ബോൾട്ട് ആണ്. ഗിർഡേഴ്സിന്റെ ഒക്കെ കേസിൽ നമ്മൾ ഇങ്ങനെ ഹുക്ക് ഷേപ്പിലുള്ള ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്ലീപ്പേഴ്സിലേക്ക് അതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഹുക്ക് ബോൾട്ട് ഉപയോഗിക്കും. അടുത്തതാണ് സ്ക്രൂ സ്പൈക്സ്. സ്ക്രൂ സ്പൈക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോഗ് സ്പൈക്കിനേക്കാളും ഹോൾഡിംഗ് പവർ ഡബിൾ ആയിട്ടുള്ള സ്പൈക്സ് ആണ് സ്ക്രൂ സ്പൈക്സ്. അതിന്റെ പേര് പോലെ തന്നെ അത് സ്ക്രൂസ് ആയിട്ടാണ്. എങ്ങനെയാ? ദ സൈഡ്സ് ഓഫ് സ്പൈക്സ് ആർ ടേപ്പേർഡ് ആൻഡ് ഈസ് പ്രൊവൈഡ് വിത്ത് ത്രെഡ്സ്. ഒരു സ്ക്രൂ പോലെയാണ് അതിന്റെ സൈഡ്സ്. ഡോഗ് സ്പൈക്സ് പോലെയല്ല. ഡോഗ് സ്പൈക്സിനേക്കാളും ഹോൾഡിംഗ് പവർ ഡബിൾ ആണ്. അതിന്റെ സൈഡ്സ് ഒക്കെ ആണെങ്കിൽ ടേപ്പർ ചെയ്തിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ ത്രെഡഡ് ആയിരിക്കും. ഒരു സ്ക്രൂ പോലെ ആയിരിക്കും. അപ്പൊ ഇത്രയും ടേപ്പറിങ്ങും ത്രെഡ് ഒക്കെ കൊടുക്കുമ്പോൾ അത് കോസ്റ്റ്ലി ആണ്.
പക്ഷെ നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്യുന്ന ഹൈ സ്പീഡ് മൂവ്മെന്റ് ട്രെയിനിന്റെ ഹൈ സ്പീഡ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഹോൾഡിംഗ് പവർ റിക്വയർഡ് ആയിട്ട് വരും. അങ്ങനത്തെ കേസിലാണ് നമ്മൾ സ്ക്രൂ സ്പൈക്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്തൊരു ടോപ്പിക് ഫോർമേഷൻ. ഫോർമേഷൻ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പെർമനന്റ് വേ നമ്മുടെ കംപ്ലീറ്റ് ആയി. പെർമനന്റ് വേയിലെ 4 കമ്പോണൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പെർമനന്റ് വേ നമ്മൾ എവിടെയാണോ ഒരു പ്രിപ്പയർഡ് സബ്ഗ്രേഡിന്റെ മുകളിലാണ് നമ്മൾ ഈ പെർമനന്റ് വേ പ്ലേസ് ചെയ്യുന്നത്. ആ പ്രിപ്പയർഡ് സബ്ഗ്രേഡിനെയാണ് നമ്മൾ ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ഫോർമേഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് എംബാക്ക്മെന്റ്, അടുത്തത് കട്ടിങ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവലില് ഒരു റൈസ്ഡ് സബ്ഗ്രേഡ്, ഒരു പ്രിപ്പയർഡ് സബ്ഗ്രേഡ് കൊടുത്തിട്ട് അതിന് മുകളിൽ ബെല്ലാസ്റ്റർ, സ്ലീപ്പർ, റെയിൽസ് ആണ് പ്ലേസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എംബാക്ക്മെന്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴേയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് കട്ടിംഗ് ഫോർമേഷൻ ആയിരിക്കും. അപ്പൊ ഫോർമേഷൻ 2 തരത്തിലുണ്ട്, എംബാക്ക്മെന്റും ഉണ്ട്, കട്ടിംഗ് ഉണ്ട്. ഒരു പ്രിപ്പയർഡ് സബ്ഗ്രേഡിനെയാണ് നമ്മൾ ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഫോർമേഷന്റെ വിഡ്ത്ത് നോക്കാം. ഫോർമേഷന്റെ വിഡ്ത്ത് പറയുകയാണെങ്കിൽ എംബാക്ക്മെന്റിന്റെ കേസിലാണെങ്കിൽ ടോപ്പ് വിഡ്ത്തും കട്ടിങ്ങിന്റെ കേസിൽ ഈ ബോട്ടം വിഡ്ത്തും ആണ് എംബാക്ക്മെന്റ് വിഡ്ത്ത്. ദ ടോപ്പ് വിഡ്ത്ത് ഓഫ് എ ട്രാക്ക് ഇൻ എംബാക്ക്മെന്റ് ഓർ ബോട്ടം വിഡ്ത്ത് ഇൻ കട്ടിംഗ് ഈസ് നോൺ ആസ് ഫോർമേഷൻ വിഡ്ത്ത്. ഫോർമേഷൻ വിഡ്ത്ത് എംബാക്ക്മെന്റിന്റെ കേസിൽ ടോപ്പ് വിഡ്ത്തും കട്ടിങ്ങിന്റെ കേസിൽ ബോട്ടം വിഡ്ത്തും ആയിരിക്കും എംബാക്ക്മെന്റിന്റെ ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി അതിൽ കുറച്ച് ഡിസൈൻ കൺസിഡറേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഒരു ബ്രോഡ് ഗേജ് ട്രാക്കിന്റെ കേസിൽ ഈ വാല്യൂസ് ഒക്കെ ഓർത്തിരിക്കുക. ഫോർമേഷൻ എംബാക്ക്മെന്റ് ആണ്, സിംഗിൾ ലൈൻ ട്രാക്ക് ആണെങ്കിൽ ഫോർമേഷൻ വിഡ്ത്ത് 6.1. കട്ടിംഗ് ആണ്, സിംഗിൾ ലൈൻ ആണ്, സൈഡ് റെയിൻസ് ഒന്നും കൺസിഡർ ചെയ്ത് എക്സ്ക്ലൂഡിങ് സൈഡ് റെയിൻസ് ആണെങ്കിൽ ഫോർമേഷൻ വിഡ്ത്ത് 5.49 ആയിരിക്കും. ദെൻ എംബാക്ക്മെന്റ് ഡബിൾ ലൈൻ ട്രാക്ക് ആണെങ്കിൽ അവിടെ ഫോർമേഷൻ വിഡ്ത്ത് 10.82ഉം, കട്ടിംഗ് ഫോർമേഷനിൽ ഡബിൾ ലൈൻ ആണ്, എക്സ്ക്ലൂഡിങ് സൈഡ് റെയിൻസ് ആണെങ്കിൽ അതിന്റെ ഫോർമേഷൻ വിഡ്ത്ത് 10.058 മീറ്റേഴ്സും ആയിരിക്കും. ഇനി ഇതിന് കൊടുക്കാവുന്ന സൈഡ് സ്ലോപ്സ്, ഇതിന്റെ സൈഡ് സ്ലോപ്പ് സ്റ്റേബിൾ ആയിട്ട് ഫോർമേഷൻ നിൽക്കാൻ വേണ്ടി ഒരു സൈഡ് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. എംബാക്ക്മെന്റിന്റെ കേസിലാണെങ്കിൽ 2:1ഉം കട്ടിങ്ങിന്റെ കേസിലാണെങ്കിൽ 1.5:1ഉമാണ് നമ്മൾ ഫോർമേഷന്റെ കൊടുക്കുന്ന എംബാക്ക്മെന്റിനും കട്ടിങ്ങിനും കൊടുക്കുന്ന സൈഡ് സ്ലോപ്പ്. അടുത്തൊരു ടോപ്പിക് പ്ലേറ്റ് ലേയിങ്. പ്ലേറ്റ് ലേയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ടേം നമുക്ക് പഠിക്കാം. ഒരു പ്രിപ്പയർഡ് ഫോർമേഷൻ നമ്മൾ പറഞ്ഞു, എംബാക്ക്മെന്റ്, കട്ടിംഗ് ഒക്കെ ഉണ്ടാക്കി, ബലാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, അതിന് മുകളിൽ എങ്ങനെയാണ് നമ്മുടെ ഈ സ്ലീപ്പേഴ്സും അതുപോലെ തന്നെ റെയിൽസും ഒക്കെ പ്ലേസ് ചെയ്യുന്നത്, ആ മെത്തേഡിനെയാണ് നമ്മൾ പ്ലേറ്റ് ലേയിങ് എന്ന് വിളിക്കുന്നത്. പ്ലേറ്റ് ലേയിങ്, ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് ലേയിങ് ഔട്ട് ആൻഡ് കണക്ടിങ് അപ്പ് ഓഫ് റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് ഓൺ ദി പ്രിപ്പയർഡ് ഫോർമേഷൻ. ഒരു നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ സർഫസിലേക്ക് എങ്ങനെയാണ് നമ്മുടെ റെയിലിനെയും സ്ലീപ്പറിനെയും പ്ലേസ് ചെയ്ത് അവ കണക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്സിനെയാണ് നമ്മൾ പ്ലേറ്റ് ലേയിങ്, ആ ഓപ്പറേഷൻ മെത്തേഡിനെയാണ് നമ്മൾ പ്ലേറ്റ് ലേയിങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് 2 ടേംസ് പഠിക്കാം, റെയിൽ ഹെഡ് ആൻഡ് ബേസ്. റെയിൽ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ട്രാക്ക് ലേ ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റ് വരെ, നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ഒരു ദിവസം ജോലി ചെയ്ത് തീർക്കും. ഏത് പോയിന്റിൽ വെച്ചാണോ നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു ദിവസം ചെയ്യുന്നതിന്റെ ലാസ്റ്റ് പോയിന്റ്, ദ പോയിന്റ് അപ് ടു വിച്ച് ന്യൂ ട്രാക്ക് ഇസ് ലേഡ്, ഏത് പോയിന്റ് വരെയാണോ നമ്മൾ ട്രാക്ക് ലേ ചെയ്യുന്നത് അതിനെയാണ് റെയിൽ ഹെഡ് എന്ന് വിളിക്കുന്നത്. ഇനി ബേസ് എന്ന് വിളിക്കുന്നത് നമ്മൾ വർക്ക് ഏത് പോയിന്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, ആ ട്രാക്ക് ലേയിങ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പോയിന്റിനെയാണ് ബേസ് എന്ന് വിളിക്കുന്നത്. റെയിൽ ഹെഡ്, it is the point up to which new track is laid and base is the point from which laying is commenced. laying start ചെയ്ത പോയിന്റ് ബേസും laying എൻഡ് ചെയ്ത പോയിന്റിനെ റെയിൽ ഹെഡ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ ഈ റെയിൽ ഹെഡ് മുതൽ റെയിൽ ബേസ് വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് പ്രോഗ്രസ്, നമുക്ക് ഒരു ദിവസം എത്ര വർക്ക് ചെയ്തു, എത്ര ലേയിങ് നടത്തി എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. The progress of a day's work is measured by distance between base and railhead. അടുത്തത് മെത്തേഡ് ഓഫ് പ്ലേറ്റ് ലേയിങ്. ഇതൊക്കെ വേഗം പേരിൽ നിന്ന് നമുക്ക് വേഗം പഠിക്കാവുന്നുള്ളൂ, പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. മെത്തേഡ് ഓഫ് പ്ലേറ്റ് ലേയിങ്, എങ്ങനെ റെയിൽസ് പ്ലേസ് ചെയ്യാം, 3 തരത്തിലാണ്. ഒന്ന് സൈഡ് മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് ടെലിസ്കോപ്പിക് മെത്തേഡ്, തേർഡ് വൺ ഈസ് അമേരിക്കൻ മെത്തേഡ്. സൈഡ് മെത്തേഡിന് വേറൊരു പേര് കൂടി ഉണ്ട്, ട്രാം മെത്തേഡ്. സൈഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള്
ഒരു ഇങ്ങനെ ഒരു ട്രാക്ക് നമുക്ക് ലേ ചെയ്യണം. അപ്പൊ ലേ ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള മെറ്റീരിയൽ ഒക്കെ കൊണ്ടുവരുന്നത് ഇതിന് പാരലായിട്ട് ഒരു റോഡ് അല്ലെങ്കിൽ റെയിൽ ഉണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. പാരലായിട്ട് ഒരു റോഡ് അല്ലെങ്കിൽ റെയിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ മെറ്റീരിയൽ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ഒരു പാരലൽ ട്രാക്ക് ഇല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ട് ഒരു ട്രാക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്യണം. ഒരു ടെമ്പററി ട്രാക്ക് പണിതിട്ട് അതിൽ കൂടെ മെറ്റീരിയൽ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സൈഡ് മെത്തേഡ്. ഇങ്ങനെ ഒരു ടെമ്പററി ട്രാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ട്രാക്കിനെ വിളിക്കുന്നതാണ് ട്രാം ട്രാക്ക്. അതുകൊണ്ട് സൈഡ് മെത്തേഡിന് മറ്റൊരു പേരുണ്ട് ട്രാം മെത്തേഡ്. അപ്പൊ സൈഡിലൂടെ നമ്മൾ ഒന്നെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് റോഡ് അല്ലെങ്കിൽ റെയിൽ ട്രാക്ക് ഓൺ ദി സൈഡ് അറ്റ് ദി സൈഡ്, അല്ലെങ്കിൽ ഒരു ടെമ്പററി സ്ട്രക്ചർ ഒരു ട്രാം ട്രാക്ക് തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിലൂടെ മെറ്റീരിയൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നതിനാണ് സൈഡ് മെത്തേഡ്. ഇനി ടെലിസ്കോപ്പിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലിസ്കോപ്പിക് മെത്തേഡ് ഒന്നുമില്ല, നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു സം ലെങ്തില് ഒരു പുതിയ ട്രാക്ക് ലേ ചെയ്തു. ഇനി അടുത്ത ഈ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അടുത്ത ദിവസമൊക്കെ അടുത്ത മെറ്റീരിയൽ ഒക്കെ കൊണ്ടുവരുന്നത് ഈ കൺസ്ട്രക്ട് ചെയ്ത ട്രാക്കിലൂടെ കൊണ്ടുവന്നിട്ട് അതിവിടെ പ്ലേസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ടെലിസ്കോപ്പിക് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ആദ്യം എ track is prepared for some length and then material is transported through that rails. ആ പണിത് റെയിൽസിലൂടെ തന്നെ മെറ്റീരിയൽ കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഈ ടെലിസ്കോപ്പിക് മെത്തേഡാണ്. അടുത്തത് അമേരിക്കൻ മെത്തേഡ്. അതൊന്നുമില്ല, റെയിൽസും സ്ലീപ്പേഴ്സും എല്ലാം വർക്ക്ഷോപ്പിൽ അസംബിൾ ചെയ്ത് ആ പ്ലേസിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതാണ് അമേരിക്കൻ മെത്തേഡ്. സൈഡ് മെത്തേഡ്, ടെലിസ്കോപ്പിക് മെത്തേഡ് ആൻഡ് അമേരിക്കൻ മെത്തേഡ്. ഇനി അടുത്തത് ഈ ഒരു കാൽക്കുലേഷൻസ് നമുക്ക് നോക്കാം. മെറ്റീരിയൽ റിക്വയർഡ് ഫോർ 1 കിലോമീറ്റർ ഓഫ് ട്രാക്ക്. ഒരു 1 കിലോമീറ്റർ ട്രാക്കിന് വേണ്ട മെറ്റീരിയൽസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് എത്ര റെയിൽസ് വേണമെന്ന് നോക്കാം. എത്ര റെയിൽസ് വേണമെന്ന് 1 കിലോമീറ്റർ ലെങ്ത്തിൽ എത്ര റെയിൽസ് വേണം നോക്കാം. നമ്പർ ഓഫ് റെയിൽസ് പെർ കിലോമീറ്റർ. നമുക്ക് റെയിലിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് അറിയാം. സ്റ്റാൻഡേർഡ് ലെങ്ത് എത്രയാ? ബ്രോഡ് ഗേജിന്റെ മീറ്റർ ഗേജിന്റെ ഒക്കെ നമുക്കറിയാം. അപ്പോ ടോട്ടൽ 1 കിലോമീറ്ററിലാണ് വർക്ക് ചെയ്യണത്. 1 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 മീറ്റർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത് ഇൻറ്റു 2. കാരണം നമുക്ക് രണ്ട് സൈഡിലും കൊടുക്കണം. രണ്ട് സൈഡിലും ഈ 1 കിലോമീറ്റർ ലെങ്ത്തിൽ 2 സൈഡിലും റെയിൽ കൊടുക്കണം. അപ്പൊ ഇൻറ്റു 2. അപ്പൊ നമുക്ക് ബ്രോഡ് ഗേജിന്റെ കേസ് മാത്രം ഒന്ന് ചെക്ക് ചെയ്യാം. നമ്പർ ഓഫ് റെയിൽസ് ഈക്വൽ ടു 1 കിലോമീറ്ററിലേക്കാണ്. അപ്പൊ 1000 ഡിവൈഡ് ബൈ ബ്രോഡ് ഗേജിൽ സ്റ്റാൻഡേർഡ് ലെങ്ത് എത്രയാ? 12.8 ഇൻറ്റു 2. അപ്പൊ നമുക്ക് 156.25 കിട്ടും. നിയർലി 157 റെയിൽസ് കിട്ടും. നിങ്ങളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അടുത്തത് നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ്. ഈ 1 കിലോമീറ്റർ ലെങ്ത്തിൽ എത്ര സ്ലീപ്പേഴ്സ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി നമ്പർ ഓഫ് റെയിൽസ് കാൽക്കുലേറ്റ് ചെയ്തു. രണ്ട് റെയിലിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്ലീപ്പേഴ്സ് കൊടുക്കുന്നത്. അപ്പോ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് റെയിൽസ് സ്ലീപ്പർ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം n+3 to n+6. അത് ഞാനിപ്പോ n+x എന്ന് എടുക്കാം. അപ്പൊ രണ്ട് സ്ലീപ്പറിനെ കണക്ട് ചെയ്താണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്പർ ഓഫ് റെയിൽസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു n+x എന്ന് കൊടുക്കാം. ഇവിടെ ബ്രോഡ് ഗേജിന്റെ കേസിൽ n+3 എന്ന് എടുക്കുകയാണ്, x 3 എന്ന് എടുക്കുകയാണെങ്കിൽ ബ്രോഡ് ഗേജ് n+3. നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റെയിൽസ്. നമ്മളിവിടെ 1 കിലോമീറ്റർ ലെങ്ത്തിലേക്ക് നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് നമ്പർ ഓഫ് റെയിൽസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 157. ദാറ്റ് ഈസ് 157 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ബ്രോഡ് ഗേജിന്റെ കേസിൽ n 12.8 + 3. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1241 സ്ലീപ്പേഴ്സ് എന്ന് കിട്ടും. അപ്പൊ 1 കിലോമീറ്റർ ലെങ്ത്തിലേക്കുള്ള സ്ലീപ്പേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഇനി നമുക്ക് ഫിഷ് പ്ലേറ്റ് വേണം. ജോയിന്റ്സിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഫിഷ് പ്ലേറ്റ് വേണം. ഫിഷ് പ്ലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് n നമ്പർ ഓഫ് റെയിൽസ് ഉണ്ടെങ്കിൽ n-1 ജോയിന്റ്സ് ആണ് സാധാരണ. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട. ഫിഷ് പ്ലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചു വെക്കുക. നമ്പർ ഓഫ് റെയിൽസ്, എത്ര റെയിൽസ് ഉണ്ടോ ഇൻറ്റു 2, അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ് നമ്പർ ഓഫ് ഫിഷ് പ്ലേറ്റ്. അതായത് ഒരു ജോയിന്റിൽ നമുക്ക് 2 ഫിഷ് പ്ലേറ്റ് വെച്ച് വേണം.
അങ്ങനെയാണെങ്കിൽ ഒരു ബ്രോഡ് ഗേജിന്റെ കേസിൽ നമ്മൾ നമ്പർ ഓഫ് റെയിൽസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 157. ദാറ്റ് ഈസ് 157 ഇൻറ്റു 2 314 നമ്പേഴ്സ് നമുക്ക് ഫിഷ് പ്ലേറ്റ് വേണം. അടുത്ത ഫിഷ് ബോൾട്ട് നമ്മൾ പറഞ്ഞു ഒരു ഫിഷ് പ്ലേറ്റ് നമ്പർ ഓഫ് ഫിഷ് ബോൾട്ട് ഒരു ജോയിന്റില് 4 മുതൽ 6 വരെയാണ് നമ്മൾ എടുക്കുന്നത്. 4 മുതൽ 6 വരെ ഫിഷ് ബോൾട്ട് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ നമ്പർ ഓഫ് റെയിൽസ് ഇൻറ്റു 4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് ബോൾട്ട് എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ദ കേസ് ഓഫ് ബ്രോഡ് ഗേജ് നമ്പർ ഓഫ് റെയിൽസ് 157 ആണ്. ദാറ്റ് ഈസ് 157 ഇൻറ്റു 4. നമുക്ക് ആൻസർ 628 നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. ദെൻ നമ്പർ ഓഫ് ബെയറിംഗ് പ്ലേറ്റ് നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്? ഇത് റെയിലാണ്, ഇത് സ്ലീപ്പർ ആണ്. ഈ സ്ലീപ്പറിന്റെ താഴെയാണ് നമ്മൾ ബെയറിംഗ് പ്ലേറ്റ് കൊടുക്കുന്നത്. ഒരു സ്ലീപ്പറിന് 2 ബെയറിംഗ് പ്ലേറ്റ് വെച്ച് വേണം. ഇങ്ങനെ സ്ലീപ്പറിന്റെ താഴെയാണ് സ്ലീപ്പറിനും റെയിലിനും ഇടയ്ക്കാണ് നമ്മൾ ബെയറിംഗ് പ്ലേറ്റ് കൊടുക്കുന്നത്. സോ ഒരു സ്ലീപ്പറിന് തന്നെ 2 ബെയറിംഗ് പ്ലേറ്റ് വേണ്ടി വരും. അപ്പോൾ നമ്പർ ഓഫ് സ്ലീപ്പർ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെയറിംഗ് പ്ലേറ്റ് കിട്ടും. നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 1241 ഇൻറ്റു 2 ചെയ്ത് ദാറ്റ് ഈസ് 2482 നമ്പേഴ്സ് കിട്ടും. അടുത്തത് നമ്പർ ഓഫ് ഡോഗ് സ്പൈക്സ് നമുക്ക് എത്ര എണ്ണം വേണം? നമ്പർ ഓഫ് സ്ലീപ്പർ ഇൻറ്റു 4. അതായത് അതും ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ചെയർ കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ചെയർ പ്രൊവൈഡ് ചെയ്യുക. ഇവിടെയും ചെയർ കൊടുക്കും. ഒരു ചെയറിന് 2 എണ്ണം വെച്ചാണ് നമ്മൾ സ്പൈക്സ് കൊടുക്കുക. അങ്ങനെ ഒരു സ്ലീപ്പറിൽ 2 ചെയർ ഉണ്ടായിരിക്കും. 4 സ്പൈക്സ് ഉണ്ടാകും. ഒരു ചെയറിന് 2 എണ്ണം വെച്ച് 2 ചെയറിന് 4 സ്പൈക്സ് ഉണ്ടാകും. സോ നമ്പർ ഓഫ് ഡോഗ് സ്പൈക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് ഇൻറ്റു 4 ചെയ്യുക. ദാറ്റ് ഈസ് ബ്രോഡ് ഗേജിന്റെ കേസിൽ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് 1241 ആണ്. ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4964 നമ്പേഴ്സ് ഡോഗ് സ്പൈക്സ് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 1 കിലോമീറ്റർ ട്രാക്കിന് വേണ്ട എല്ലാ മെറ്റീരിയൽസിന്റെയും റിക്വയർമെന്റ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് ബ്രോഡ് ഗേജിന്റെ കേസിലാണ് നമ്മളിപ്പോ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മീറ്റർ ഗേജിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ലെങ്ത് മാറ്റി കൊടുത്ത് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പോയിന്റ് ആൻഡ് ക്രോസിംഗ്. നമ്മൾ പല പ്രാവശ്യവും പല ഫങ്ഷൻസും ഒക്കെ പറഞ്ഞപ്പം പോയിന്റ് ആൻഡ് ക്രോസിംഗ് എന്നുള്ളൊരു പേര് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പൊ എന്താണ് പോയിന്റ് ആൻഡ് ക്രോസിംഗ് എന്ന് നോക്കാം. ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് റെയിൽവേ എഞ്ചിനീയറിംഗില് പോയിന്റ് ആൻഡ് ക്രോസിംഗ്സ്. അപ്പൊ നമുക്ക് പോയിന്റ് ആൻഡ് ക്രോസിംഗ് നോക്കാം. പോയിന്റ് ആൻഡ് ക്രോസിംഗ് അവിടെ ഞാനൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഒരു മെയിൻ ട്രാക്ക് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രാഞ്ച് ട്രാക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു കാറൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കാറിന്റെ വീലൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഒരു ട്രെയിനിന്റെ വീലിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഒരു ആക്സിലില് അത് റിജിഡ്ലി സപ്പോർട്ടായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിന് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പൊ നമ്മൾ ട്രാക്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് കൊടുത്താലാണ് ഡയറക്ഷൻ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പോയിന്റ് ആൻഡ് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് നെസസറി ടു ഡൈവേർട്ട് ട്രെയിൻ ഫ്രം വൺ ട്രാക്ക് ടു അനദർ. ഒരു ട്രാക്കിലൂടെ പോകുന്ന ട്രെയിനിനെ വേറൊരു ട്രാക്കിലേക്ക് അതിന്റെ ഡയറക്ഷൻ ഡൈവേർട്ട് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ അറേഞ്ച്മെന്റിനെയാണ് പോയിന്റ് ആൻഡ് ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി പോയിന്റിന്റെ മറ്റൊരു പേരാണ് സ്വിച്ച്. സ്വിച്ച് എന്ന് പറഞ്ഞാലും പോയിന്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഡയറക്ഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആണ് പോയിന്റ് ആൻഡ് ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു മെയിൻ ട്രാക്ക് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് അതിന്റെ ബ്രാഞ്ച് ട്രാക്ക്. ഒരു മെയിൻ ട്രാക്കും കാണിച്ചിട്ടുണ്ട്, ബ്രാഞ്ച് ട്രാക്കും കാണിച്ചിട്ടുണ്ട്. അതില് മെയിൻ ട്രാക്കിൽ നിന്ന്
ഈ ഒരു ഡയറക്ഷനിൽ ട്രെയിൻ വരുന്നു. അപ്പൊ അതിന് ഡയറക്ഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് അറേഞ്ച്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ അറേഞ്ച്മെന്റ്സിനെയാണ് പോയിന്റ് ഓർ സ്വിച്ച്. കുറച്ച് ടേംസ് ഇതിൽ അറിഞ്ഞിരിക്കുക. പോയിന്റ് ഓർ സ്വിച്ച്, ആ ഡയറക്ഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് അറേഞ്ച്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് പോയിന്റ് ഓർ സ്വിച്ച് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് അത് ഈ ബ്രാഞ്ച് ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ കുറച്ച് ആ മെയിൻ ട്രാക്കും ബ്രാഞ്ച് ട്രാക്കും ക്രോസ് ചെയ്യുന്ന ഏരിയയിൽ കുറച്ച് അറേഞ്ച്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ക്രോസിംഗ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പോയിന്റുമായി ക്രോസിംഗുമായി അതിലെ എല്ലാ കമ്പോണൻസും ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്യണം. അപ്പൊ ടേൺ ഔട്ട് എന്നൊരു ടേം നോക്കാം. ടേൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെയിൻ ട്രാക്കിൽ നിന്ന് ഒരു ബ്രാഞ്ച് ട്രാക്കിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കൊടുക്കുന്ന അറേഞ്ച്മെന്റ്. അപ്പൊ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അറേഞ്ച്മെന്റ് 2 അറേഞ്ച്മെന്റ് ആണ്. ഒന്ന് പോയിന്റ് ഓഫ് സ്വിച്ചും പിന്നെ ക്രോസിംഗും. ഇതിന്റെ രണ്ടിന്റെയും ഈ ഒരു കോമ്പിനേഷനെ വിളിക്കുന്നതാണ് ടേൺ ഔട്ട്. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് ഒരു ടേൺ ഔട്ട്. ദ കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് ഇറ്റ്സ് നോൺ ആസ് ടേൺ ഔട്ട്. അപ്പൊ ടേൺ ഔട്ടിൽ എന്തൊക്കെ വരുന്നുണ്ട്? പോയിന്റ് അല്ലെങ്കിൽ സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ ക്രോസിംഗ് വരുന്നുണ്ട്. ഇനി നമുക്ക് പോയിന്റ് ഓഫ് സ്വിച്ച് എന്താന്ന് നോക്കാം. പോയിന്റ്സ് ആർ റിക്വയർഡ് ഫോർ ഡൈവേർട്ടിംഗ് ട്രെയിൻ ഫ്രം വൺ ട്രാക്ക് ടു അനദർ. പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അറേഞ്ച്മെന്റ്സ് ആണ്. ഒരു ട്രാക്കിലൂടെ വരുന്ന ട്രെയിനിന്റെ ഡയറക്ഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കുറച്ച് അറേഞ്ച്മെന്റ്സിനെയാണ് പോയിന്റ് ഓഫ് സ്വിച്ച് എന്ന് വിളിക്കുന്നത്. ഇനി അതിലെ കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാം. ആ ലൈൻ സ്കെച്ച് തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരച്ചിട്ടുള്ളതാണ് ഇത്. ഈ സ്വിച്ചിന് സ്വിച്ചിന്റെ കേസിൽ കാണാം. സ്വിച്ച് അല്ലെങ്കിൽ പോയിന്റ്, ഈ ഒരു ഡയറക്ഷൻ ഡൈവേർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്ന അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ പോയിന്റ് അല്ലെങ്കിൽ സ്വിച്ച് എന്ന് പറയുന്നത്. പോയിന്റ് അല്ലെങ്കിൽ സ്വിച്ചിൽ 2 റെയിൽസ് വരുന്നുണ്ട്. ഒന്ന് സ്റ്റോക്ക് റെയിലും പിന്നെ വരുന്ന ടങ് റെയിലും. ഈ കാണുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള റെയിലിനെയാണ്, അത് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വരുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ റെയിലിനെയാണ് സ്റ്റോക്ക് റെയിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്റ്റോക്ക് റെയിൽ എന്താണെന്ന് നോക്കാം. സ്റ്റോക്ക് റെയിൽ ഇറ്റ് ഈസ് ദ ഫിക്സഡ് റെയിൽ. ഫിക്സഡ് ആയിട്ടുള്ള റെയിലാണ്, അത് മൂവ് ചെയ്യില്ല. ഫിക്സഡ് റെയിൽ ഇൻ ട്രാക്ക് എഗെയിൻസ്റ്റ് വിച്ച് ടങ് റെയിൽ ഫിറ്റ്സ്. ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു റെയിൽ കൊടുക്കുന്നു. അതിനെയാണ് ടങ് റെയിൽ എന്ന് വിളിക്കുന്നത്. ഈ ബ്ലാക്ക് കളറിൽ ഈ കൊടുത്തിരിക്കുന്നതാണ് ടങ് റെയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഗ്രീൻ കളറിൽ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യാത്ത ഫിക്സഡ് ആയിട്ടുള്ള റെയിലിനാണ് പോയിന്റില്, ഈ പോയിന്റ് ഏരിയയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ ട്രാക്സിനെയാണ്, ഒരു പെയർ ട്രാക്ക് ആണ് വരുന്നത്, അതിനെ സ്റ്റോക്ക് റെയിൽ എന്നും, സ്റ്റോക്ക് റെയിലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഈ റെയിലിനെയാണ് ടങ് റെയിൽ എന്നും വിളിക്കുന്നു. ഇനി ഈ ടങ് റെയിലിന്റെ പ്രത്യേകത, സ്റ്റോക്ക് റെയിലിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഫിക്സഡ് റെയിലാണ്, സ്ട്രെയിറ്റ് റെയിലാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ റെയിലാണ് ടങ് റെയിൽ. ടങ് റെയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇനീഷ്യൽ ഈ പോർഷനിൽ കുറച്ച് ടേപ്പേർഡ് ആയിരിക്കും. ഇങ്ങനെ ടേപ്പേർഡ് ആയിട്ട് കൊടുക്കുന്ന റെയിലാണ് ടങ് റെയിൽ, വിച്ച് ഈസ് ഫിക്സഡ് എഗെയിൻസ്റ്റ് സ്റ്റോക്ക് റെയിൽ. ഈ സ്റ്റോക്ക് റെയിലിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ടങ് റെയിൽ കൊടുത്തിട്ടുള്ളത്. ടങ് റെയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കും. അത് ഇങ്ങനെ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു റെയിലാണ് ടങ് റെയിൽ. അപ്പൊ പോയിന്റിൽ വരുന്ന 2 റെയിൽസ് ആണ് സ്റ്റോക്ക് റെയിലും ടങ് റെയിലും. സ്റ്റോക്ക് റെയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റെയിലാണ്, മൂവ് ചെയ്യാനില്ല, ഫിക്സ്ഡ് ആണ്. ടങ് റെയിലിന്റെ പ്രത്യേകത എന്താ? ടങ് റെയിൽ ടേപ്പേർഡ് ആയിട്ടുള്ള റെയിലാണ്, അത് മൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് വേറൊരു ടേം പഠിക്കാനുള്ളത് സ്ട്രെച്ചർ ബാർ. ഈ അതിക്ക് മുന്നേ നമുക്ക് ടോപ്പ് പോയിന്റ് ഓഫ് സ്വിച്ച് ഹീലും പഠിക്കാം. അതായത് ഇവിടെ നമ്മൾ ടങ് റെയിലിന്റെ കേസ് പറഞ്ഞു. ഈ ടങ് റെയിലിന്റെ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ ടോ ഓഫ് പോയിന്റ് അല്ലെങ്കിൽ സ്വിച്ച്. പോയിന്റ് ഓഫ് സ്വിച്ചിന്റെ ടോയിനെയാണ്, ഈ ടങ് റെയിലിന്റെ ഇനീഷ്യൽ പോയിന്റിനെയാണ് ടോ ഓഫ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ടങ് റെയിൽ എൻഡ് ചെയ്യുന്ന ഈ ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്നതാണ് ഹീൽ ഓഫ് പോയിന്റ്. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ ടേമുകളാണ് പഠിച്ചത്? സ്റ്റോക്ക് റെയിൽ, ഒരു പെയർ ഓഫ് സ്റ്റോക്ക് റെയിൽ ഉണ്ട് പോയിന്റില്. അതുപോലെ തന്നെ പെയർ ഓഫ് ടങ് റെയിൽ ഉണ്ട്. ടങ് റെയിലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ വിളിക്കുന്നത് ടോ എന്നും, ടോ ഓഫ് പോയിന്റും ടങ് റെയിലിന്റെ എൻഡ് പോയിന്റിനെ വിളിക്കുന്നത് ഹീൽ ഓഫ് പോയിന്റ് എന്നുമാണ്. ഇനി അടുത്തതായിട്ട് അടുത്തൊരു കമ്പോണന്റ് വരുന്നത് ഈ ടങ് റെയിലിന്റെ
ടോയിനെ കണക്ട് ചെയ്തുകൊണ്ട് ടങ്ക് റെയിലിന്റെ ടോയിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ബാർ കൊടുത്തിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെച്ചർ ബാർ. സ്ട്രെച്ചർ ബാർ. ടങ്ക് റെയിലിന്റെ ടോയിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന ബാറാണ് സ്ട്രെച്ചർ ബാർ. സ്ട്രെച്ചർ ബാർ നമ്മൾ പറഞ്ഞു ഈ ടങ്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒരേ ഡിസ്റ്റൻസിൽ ഈ രണ്ട് ടങ്ക് റെയിലിനെ മൂവ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സ്ട്രെച്ചർ ബാർ ആണ്. ഇറ്റ് ഈസ് ദ ബാർ കണക്ടിങ് ദ ടോ ഓഫ് ബോത്ത് ടങ്ക് റെയിൽസ്. ടങ്ക് റെയിലിന്റെ രണ്ടിന്റെയും ടോയിനെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു പ്ലേസ് ചെയ്യുന്ന ബാറാണ് സ്ട്രെച്ചർ ബാർ. ആൻഡ് അലൗ ദം ടു ട്രാവേഴ്സ് ദ സെയിം ഡിസ്റ്റൻസ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഈ ടങ്ക് റെയില് രണ്ട് ടങ്ക് റെയിലിനും ഒരേ ഡിസ്റ്റൻസ് മൂവ്മെന്റ് പോസിബിൾ ആക്കുന്നത് ഈ സ്ട്രെച്ചർ ബാർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ടങ്ക് റെയിൽസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു സ്ലൈഡിംഗ് പ്ലേറ്റിന്റെ മുകളിലാണ്. അങ്ങനെ അതിൽ കിടന്ന് അതിന് മൂവ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ അത്രയും ടേംസ് പഠിച്ചു. പോയിന്റിലുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു ടേം നമുക്ക് പഠിക്കാനുള്ളത് ത്രോ ഓഫ് സ്വിച്ച് ആണ്. അപ്പൊ ഇത്രയും ടേംസ് ആണ് നമ്മൾ അവിടെ പഠിച്ചത്. അടുത്തത് ത്രോ ഓഫ് സ്വിച്ച്. ത്രോ ഓഫ് സ്വിച്ച് ഇസ് ദ ഡെഫിനിഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. ത്രോ ഓഫ് സ്വിച്ച്, the distance or gap through which tongue rails move at toe of switch to prepare a railroad. ഇവിടെ ടങ്ക് റെയിൽ മൂവ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ടോയുടെ അവിടെ കിടന്ന് ഈ ടങ്ക് റെയിൽ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ആണോ അത് മൂവ് അതിനെയാണ് നമ്മൾ ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. ത്രോ ഓഫ് സ്വിച്ച് ഓർ പോയിന്റ്. പോയിന്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്വിച്ച്. ഇപ്പൊ പോയിന്റിൽ വരുന്ന എല്ലാ ടേംസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതുപോലെ ഒരു ടേം കൂടെ നമുക്ക് നോക്കാം, സ്വിച്ച് ആംഗിൾ. സ്വിച്ച് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the angle between running face of stalk rail and tongue rail. ഈ സ്റ്റോക്ക് റെയിലിന്റെയും ടങ്ക് റെയിലിന്റെയും റണ്ണിങ് ഫേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് സ്വിച്ച് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ആംഗിൾ ഓഫ് സ്വിച്ച് സ്റ്റോക്ക് റെയിലിന്റെയും ടങ്ക് റെയിലിന്റെയും റണ്ണിങ് ഫേസ്. ഇപ്പോ ട്രെയിനിന്റെ റണ്ണിങ് ഫേസ് ഇതാണെങ്കിൽ ഈ ഒരു ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സ്വിച്ചിൽ വരുന്ന അല്ലെങ്കിൽ പോയിന്റിൽ വരുന്ന എല്ലാ കമ്പോണന്റും നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ക്രോസിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയനെയാണ് നമ്മൾ പോയിന്റ് എന്ന് വിളിക്കുന്നത്. പോയിന്റിലുള്ള എല്ലാ കമ്പോണൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തത് വരുന്ന ക്രോസിംഗ് ആണ്. ഈ മെയിൻ ട്രാക്കും ബ്രാഞ്ച് ട്രാക്കും ക്രോസ് ചെയ്യുന്ന ഈ ഏരിയയിൽ വരുന്ന കുറച്ച് അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് പോയിന്റ്, ഇത് ക്രോസിംഗ്. ഇവിടെ കൊടുക്കുന്ന അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ക്രോസിംഗിൽ വരുന്ന എല്ലാ അറേഞ്ച്മെന്റ്സും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ക്രോസിംഗിൽ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഒരു വി ഷേപ്ഡ് ക്രോസിംഗ്, ഒരു വി ഷേപ്ഡ് റെയിൽ ഇവിടെ നമുക്ക് കാണാം. അതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സൂം ആക്കി അത് മാത്രം, ആ ഒരു ഭാഗം മാത്രം, ക്രോസിംഗിന്റെ ആ ഒരു ഭാഗം മാത്രം എടുത്തൊന്ന് വരച്ചു വെക്കാം. അത്രയും ഭാഗം മാത്രമാണ് ഈ വരച്ചിട്ടുള്ളത്. ആ ഒരു വി ഷേപ്ഡ് റെയിലാണ് കാണിച്ചിട്ടുള്ളത്. ആ മെയിൻ ട്രാക്കിന്റെ ഹൊറിസോണ്ടൽ ആയിട്ട് ആ മാർക്ക് ചെയ്തിട്ടുള്ള റെയിലിനെയാണ് നമ്മൾ പോയിന്റ് റെയിൽ എന്ന് വിളിക്കുന്നത്. ഇനി അതിൽ കുറച്ച് ടേംസ് പഠിക്കാം. ഫസ്റ്റ് വൺ, പോയിന്റ് റെയിൽ. ഇറ്റ് ഈസ് ദ മെയിൻ റെയിൽവേ ട്രാക്ക് ഫോമിംഗ് നോസ് ഓഫ് ക്രോസിംഗ്.
ഈ ഒരു നമ്മളിപ്പോ ഇനി ക്രോസിങ്ങിലെ ഓരോ കമ്പോണൻസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ ഈ ഒരു ക്രോസിങ്സിലെ എല്ലാ കമ്പോണൻസും ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ഇവിടെ ഒരു വി ഷേപ്ഡ് റെയിൽസ് നമുക്ക് കാണാം. അതിൽ തന്നെ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ റെയിലിനെ വിളിക്കുന്നതാണ് പോയിന്റ് റെയിൽ. ഇറ്റ് ഈസ് ദ മെയിൻ റെയിൽവേ ട്രാക്ക് ഫോമിംഗ് നോസ് ഓഫ് ക്രോസിംഗ്. ഈ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന റെയിലിനെ വിളിക്കുന്നതാണ് പോയിന്റ് റെയിൽ എന്നും, അതുപോലെ ഈ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന റെയിലിനെ വിളിക്കുന്നതാണ്, ആ ക്രോസിംഗിൽ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന റെയിലിനെ വിളിക്കുന്നതാണ് സ്പ്ലൈസ് റെയിൽ. അപ്പൊ ഇത് പോയിന്റ് റെയിലും ഇത് സ്പ്ലൈസ് റെയിലും. ഇനി ഈ പോയിന്റ് റെയിലും ഈ സ്പ്ലൈസ് റെയിലും കൂടെ കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്, ഇതിനെയാണ് നോസ് ഓഫ് ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയും അറേഞ്ച്മെന്റ്സ്, ഈ ക്രോസിംഗിൽ വരുന്ന ഈ അറേഞ്ച്മെന്റ്, ഇത് കംപ്ലീറ്റിനെയാണ് നമ്മൾ ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. ഡൈവേർട്ട് ചെയ്ത ക്രോസ് ചെയ്ത് പോകുന്ന ഭാഗത്തെ എല്ലാ അറേഞ്ച്മെന്റിനെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നതാണ് ക്രോസിംഗ് എന്ന്. അതില് ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഈ വി ഷേപ്ഡ് റെയിലിൽ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റെയിലിനെ നമ്മൾ പോയിന്റ് റെയിൽ എന്ന് വിളിക്കുന്നു. ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ഈ റെയിലിനെ സ്പ്ലൈസ് റെയിൽ എന്ന് വിളിക്കുന്നു. പോയിന്റ് റെയിലും സ്പ്ലൈസ് റെയിലും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നോസ് ഓഫ് ക്രോസിംഗ് എന്ന് വിളിക്കുന്നു. ഇപ്പൊ ഇവിടെ ഈ നോസ് കാണിച്ചിട്ടുള്ള നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഒരു ബെൻഡാണ് കാണിച്ചിട്ടുള്ളത്. അത് ശരിക്കും അങ്ങനെ ഷാർപ്പായിട്ട് കൊടുത്താൽ അവിടെ ഹിറ്റ് ചെയ്ത് അവിടെ പ്രോബ്ലംസ് ഉണ്ടാകാം. സോ ഇൻ ആക്ച്വൽ കേസ് ഇങ്ങനെ ഷാർപ്പായിട്ടല്ല നമ്മൾ കൊടുക്കാറ്, അവിടെ ഒരു കേർവ്ഡ് നോസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ രണ്ട് തരത്തില് നോസ് ഓഫ് ക്രോസിംഗ് ഉണ്ട്. തിയറട്ടിക്കൽ നോസ് ഉണ്ട്, ആക്ച്വൽ നോസ് ഉണ്ട്. തിയറട്ടിക്കൽ നോസ് എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് ഷാർപ്പ് ആയിട്ടുള്ള ഈ ഒരു നോസിനെയാണ് തിയറട്ടിക്കൽ നോസ് ഓഫ് ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. ആക്ച്വൽ നോസ് ഓഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രാക്ടീസിൽ ഈ നോസ് ഓഫ് ക്രോസിംഗ് കുറച്ച് ബെൻഡ് ചെയ്ത് കൊടുക്കും, ഇച്ചിരി കേർവ്ഡ് ആയിട്ട് കൊടുക്കും. അതാണ് ആക്ച്വൽ നോസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ടേം നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ആംഗിൾ ഓഫ് ക്രോസിംഗ്. ഇത് പോയിന്റ് റെയിൽ, ഇത് സ്പ്ലൈസ് റെയിൽ. ഈ പോയിന്റ് റെയിലും സ്പ്ലൈസ് റെയിലും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ പോയിന്റ് റെയിൽ ആൻഡ് സ്പ്ലൈസ് റെയിൽ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ക്രോസിംഗ്. ഇനി അടുത്തത് ത്രോട്ട് ഓഫ് ക്രോസിംഗ്. അടുത്തൊരു ടേം ആണ് ത്രോട്ട് ഓഫ് ക്രോസിംഗ്. ഈ നോസിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ആ ഭാഗത്ത് റെയിൽസ് ഒന്നുമില്ല, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഇതൊരു ലീഡ് റെയില്, ഇത് ലീഡ് റെയില്. ടങ്ക് റെയിൽ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ലീഡ് റെയിൽ എന്ന് വിളിക്കുന്നത്. പോയിന്റ് തീരുന്നിടത്തും ക്രോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഇത്രയും ഭാഗത്ത് വരുന്ന റെയിലിനെയാണ് നമ്മൾ ലീഡ് റെയിൽ എന്ന് വിളിക്കുന്നത്. ഈ ലീഡ് റെയിൽ ഇവിടെ കൺവേർജ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ ഇവിടെ ഒരു റെയിൽ ഇല്ലാത്തൊരു ഗ്യാപ്പ് ഉണ്ട്. അതിനെയാണ് ത്രോട്ട് ഓഫ് ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. ത്രോട്ട് ഓഫ് ക്രോസിംഗ്. ദെൻ വിങ് റെയിൽസ് നമുക്ക് നോക്കാം. അടുത്തൊരു ടേം ആണ് വിങ് റെയിൽസ്. വിങ് റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ two bend up rails of crossing which are connected to the end of crossing lead rails are called wing rails. അതായത് ഇവിടെ നമുക്ക് പോയിന്റ് റെയിൽ ഉണ്ട്, ഇവിടെ സ്പ്ലൈസ് റെയിൽ ഉണ്ട്. ഇതിന് പാരലൽ ആയിട്ട് ഈ കൊടുക്കുന്ന ഈ രണ്ട് റെയിൽസിനെയാണ് നമ്മൾ വിങ് റെയിൽസ് എന്ന് വിളിക്കുന്നത്. ഈ ലീഡ് റെയിൽ കഴിഞ്ഞ് ഈ ലീഡ് റെയിൽ വന്ന് ബെൻഡ് ചെയ്ത് പോയിന്റ് റെയിലിനും അതുപോലെ തന്നെ സ്പ്ലൈസ് റെയിലിനും പാരലൽ ആയിട്ട് ഈ കാണുന്നതാണ് വിങ് റെയിൽ എന്ന് പറയുന്നത്. ഇതാണ് വിങ് റെയിൽസ്. രണ്ടുമാണ് വിങ് റെയിൽസ്. അത് ബെൻഡ് അപ്പ് റെയിൽസ് ആണ്. ഈ ലീഡ് റെയില് ബെൻഡ് ചെയ്ത് പോയിന്റ് റെയിലിനും സ്പ്ലൈസ് റെയിലിനും പാരലൽ ആയിട്ട് ഈ കൊടുക്കുന്നതാണ് വിങ് റെയിൽസ്. അടുത്തത് ടോ ഓഫ് ക്രോസിംഗ്. നമ്മള് ടങ്ക് റെയിലിന്റെ പോയിന്റിന്റെ കേസില് ടങ്ക് റെയിലിന്റെ ടോയിനെയാണ് ടോ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. ടങ്ക് റെയിലിന്റെ എൻഡ് പോർഷനെയാണ് നമ്മള് ഹീൽ ഓഫ് പോയിന്റ് ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രോസിംഗിനും ഉണ്ട് ടോ ഓഫ് ക്രോസിംഗ് ആൻഡ് ഹീൽ ഓഫ് ക്രോസിംഗ്.
ഇവിടുത്തെ ഈ വിങ് റെയിലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതിനെയാണ് നമ്മൾ ടോ ഓഫ് ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ടോ ഓഫ് ക്രോസിംഗ്. അതുപോലെ ഈ വിങ് റെയിൽ എൻഡ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഹീൽ ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. പോയിന്റിന്റെ കേസിലാണെങ്കിൽ അവിടെ ടങ്ക് റെയിൽ ഉണ്ടായിരുന്നു. ടങ്ക് റെയിലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മൾ ടോ ഓഫ് പോയിന്റ് അല്ലെങ്കിൽ ടോ ഓഫ് സ്വിച്ച് എന്ന് വിളിക്കും. ടങ്ക് റെയിലിന്റെ എൻഡിനെയാണ് നമ്മൾ ഹീൽ ഓഫ് പോയിന്റ് ഓഫ് സ്വിച്ച് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ക്രോസിംഗിനും ഉണ്ട് ടോയും ഹീലും. വിങ് റെയിലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മൾ ടോ ഓഫ് ക്രോസിംഗ് എന്ന് വിളിക്കും. വിങ് റെയിലിന്റെ എൻഡ് പോയിന്റിനെ നമ്മൾ ഹീൽ ഓഫ് ക്രോസിംഗ് എന്ന് വിളിക്കും. അടുത്തത് ലീഡ് റെയിൽ. ലീഡ് റെയിൽ ഇപ്പൊ നമുക്ക് പറയാം ലീഡ് റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റെയിൽ ബിറ്റ്വീൻ ഹീൽ ഓഫ് പോയിന്റ് ടു ടോ ഓഫ് ക്രോസിംഗ്. ഇതിനിടയിൽ വരുന്ന റെയിൽസിനെയാണ് നമ്മൾ ലീഡ് റെയിൽ എന്ന് പറയുന്നത്. ടങ്ക് റെയിലിന്റെ എൻഡിനെയാണ് നമ്മൾ ഹീൽ ഓഫ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. പോയിന്റിന്റെ ഹീല് തുടങ്ങി ക്രോസിംഗിന്റെ ടോ വരെയുള്ള ഈ ഇടയിൽ വരുന്ന ഈ റെയിൽസിനെയാണ് നമ്മൾ ലീഡ് റെയിൽ എന്ന് വിളിക്കുന്നത്. ലീഡ് റെയിൽ, ദ ലെങ്ത് ഓഫ് റെയിൽ ഫ്രം ഹീൽ ഓഫ് സ്വിച്ച് ടു ദ ടോ ഓഫ് ക്രോസിംഗ്. നമ്മൾ ഹീൽ ഓഫ് സ്വിച്ച് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയാം. സ്വിച്ചിനും പോയിന്റിനും നമുക്ക് സ്വിച്ചിനെ തന്നെയാണ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ സ്വിച്ചിന്റെ ഹീല് തുടങ്ങി ക്രോസിംഗിന്റെ ടോ വരെയുള്ള ആ ഡിസ്റ്റൻസിൽ വരുന്ന റെയിലിനെയാണ് നമ്മൾ ലീഡ് റെയിൽ എന്ന് വിളിക്കുന്നത്. അടുത്തത് ചെക്ക് റെയിൽസ്. ചെക്ക് റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിങ് റെയിലിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ക്രോസിംഗിൽ കൊടുക്കുന്ന ഈ പാരലൽ ആയിട്ട് കൊടുക്കുന്ന ഈ റെയിൽസിനെയാണ് നമ്മൾ ചെക്ക് റെയിൽസ് എന്ന് വിളിക്കുന്നത്. ചെക്ക് റെയിൽ ഈ ക്രോസിംഗിലേക്ക് ട്രെയിൻ എൻട്രി ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെക്ക് റെയിൽസ് ഇവിടെ കൊടുക്കുന്നത്. ക്രോസിംഗിന് ഓപ്പോസിറ്റ് സൈഡില്, ക്രോസിംഗില് ഈ വിങ് റെയിൽസിന് ഓപ്പോസിറ്റ് ആയിട്ട് നേരെ ഓപ്പോസിറ്റ് നമ്മൾ കൊടുക്കുന്ന ഈ റെയിൽസിനെയാണ് ചെക്ക് റെയിൽ എന്ന് വിളിക്കുന്നത്. ക്രോസിംഗിലേക്ക് ട്രെയിൻ ക്ലൈംബ് ചെയ്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്ക് റെയിൽസ് നമ്മളിവിടെ കൊടുക്കുന്നത്. അടുത്ത ഒരു ടേം നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലാഞ്ച് വേ ക്ലിയറൻസ്. ഫ്ലാഞ്ച് വേ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ഈ പോയിന്റ് റെയിലിനും അതുപോലെ തന്നെ വിങ് റെയിലിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് വരും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സ്പ്ലൈസ് റെയിലിനും വിങ് റെയിലിനും ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ്, ഇതിനെയാണ് ഫ്ലാഞ്ച് വേ ക്ലിയറൻസ്. നമ്മുടെ വീലിന്റെ ഫ്ലാഞ്ചിന് കടന്നു പോകാൻ ഒരു ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഫ്ലാഞ്ച് വേ ക്ലിയറൻസ്. ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പോയിന്റ് റെയിൽ ആൻഡ് വിങ് റെയിൽ, അല്ലെങ്കിൽ എന്ത് പറയാം, ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്പ്ലൈസ് റെയിൽ ആൻഡ് വിങ് റെയിൽ. അതിനെയാണ് നമ്മൾ ഫ്ലാഞ്ച് വേ ക്ലിയറൻസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഫ്ലയർ. അടുത്തൊരു ടേം ഫ്ലയർ. ഈ ഫ്ലാഞ്ച് വേ ക്ലിയറൻസ്, ഇവിടെ ഈ ഫ്ലാഞ്ച് വേ ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഈ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കുറച്ച് ഇങ്ങനെ സ്പ്ലേ ചെയ്ത് കുറച്ച് ഫ്ലയറിന് കുറച്ച് വിട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ആ ഫ്ലാഞ്ച് വേ ക്ലിയറൻസിന് കുറച്ച് വിട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഫ്ലയർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ടേപ്പേർഡ് വൈഡനിങ് ഓഫ് ഫ്ലാഞ്ച് വേ which is formed by bending and splaying the end of check rail or wing rail. ഈ ചെക്ക് റെയിലിന്റെയും ഈ ചെക്ക് റെയിലും വിങ് റെയിലും കുറച്ച് ബെൻഡ് ചെയ്ത് സ്പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്നിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാഞ്ച് വേ ക്ലിയറൻസിന് കുറച്ച് വിട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലയർ. അപ്പൊ ഇത്രയൊക്കെയാണ് പോയിന്റിലും അതുപോലെ ക്രോസിംഗിലും വരുന്ന ടേംസ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് ഈ ഫിഗർ ഒന്ന് മനസ്സിലേക്ക് വരികയാണെങ്കിൽ, പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചാണോ ട്രെയിൻ അതിന്റെ ഡയറക്ഷൻ ഡൈവേർട്ട് ചെയ്യുന്നത് അവിടെ കൊടുക്കുന്ന അറേഞ്ച്മെന്റ്സ് ആണ് പോയിന്റ് ഓർ സ്വിച്ച് എന്ന് വിളിക്കുന്നത്. പോയിന്റ് ഓർ സ്വിച്ചിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു പെയർ ഓഫ് സ്റ്റോക്ക് റെയിൽ ഉണ്ട്. സ്റ്റോക്ക് റെയിലിന്റെ പ്രത്യേകത എന്താ? സ്റ്റോക്ക് റെയിൽ സ്ട്രെയിറ്റ് ആയിരിക്കും, ഫിക്സഡ് റെയിൽ ആയിരിക്കും. അതുപോലെ തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ടേപ്പേർഡ് ആയിട്ടുള്ളതും
മൂവബിൾ ആയിട്ടുള്ള റെയിലിനെയാണ് നമ്മൾ ടങ്ക് റെയിൽ എന്ന് വിളിക്കുന്നത്. ടങ്ക് റെയിലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, ആ ടേപ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്നതാണ് ടോ ഓഫ് സ്വിച്ച് ഓർ പോയിന്റ്. അതിന്റെ എൻഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഹീൽ ഓഫ് സ്വിച്ച് ഓർ ഹീൽ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ടോ ഓഫ് സ്വിച്ച് ടേപ്പറിംഗ് അതുപോലെ പറഞ്ഞു ടങ്ക് റെയിൽ മൂവബിൾ ആണ്, ടേപ്പേർഡ് ആണ്. ഈ ടേപ്പറിംഗിന്റെ എൻഡ് ആയിട്ടുള്ള ഈ ടോ ഓഫ് പോയിന്റ്സ്, ഈ ടോയിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു സ്ട്രെച്ചർ ബാർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ സ്ട്രെച്ചർ ബാർ ആണ് ഒരേ ഡിസ്റ്റൻസിൽ ടങ്ക് റെയിലിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ടങ്ക് റെയിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡിംഗ് ചെയറിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫേസിംഗ് ഡയറക്ഷനിൽ സ്റ്റോക്ക് റെയിലിനും ടങ്ക് റെയിലിനും ഇടയിലുള്ള ആംഗിളിനെയാണ് സ്വിച്ച് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ മെയിൻ ട്രാക്കും അതുപോലെ തന്നെ ബ്രാഞ്ച് ട്രാക്കും ആ ക്രോസ് ചെയ്ത് പോകുന്ന ആ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന അറേഞ്ച്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്രോസിംഗ്. ക്രോസിംഗില് ആ ഒരു വി ഷേപ്ഡ് ട്രാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്ന റെയിലിനെ നമ്മൾ പോയിന്റ് റെയിൽ എന്നും, സ്പ്ലൈസ് ചെയ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന റെയിലിനെ നമ്മൾ സ്പ്ലൈസ് റെയിൽ എന്നും പറയുന്നു. ദെൻ അതിനിടയിൽ കൊടുക്കുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ക്രോസിംഗ്. അത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ആംഗിൾ ആയിരിക്കും ആംഗിൾ ഓഫ് ക്രോസിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിന് പാരലായിട്ട് ലീഡ് റെയിലിനെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് വിങ് റെയിൽസ്. വിങ് റെയിൽസിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ചെക്ക് റെയിൽസ്. വിങ് റെയിലിനും അതുപോലെ തന്നെ ഈ പോയിന്റ് റെയിലിനും ഇടയിലൊക്കെ കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഫ്ലാഞ്ച് വേ ക്ലിയറൻസ് എന്ന് പറയുന്നത്. പിന്നെ എൻട്രി ചെയ്യുന്നിടത്ത് നമ്മൾ കുറച്ച് വിട്ട്, ഫ്ലയറിന് കുറച്ച് വിട്ട് കൂട്ടി കൊടുക്കും. അതിനെയാണ് ഫ്ലാഞ്ച് വേ ക്ലിയറൻസിന് വിട്ട് കൂട്ടി കൊടുക്കും. അതിനെയാണ് നമ്മൾ ഫ്ലയർ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഇത്രയും ടേംസ് ആണ് നമ്മൾ ക്രോസിംഗ്സിലും അതുപോലെ തന്നെ പോയിന്റിലും ഡിസ്കസ് ചെയ്തത്. അടുത്തത് ഓവറോൾ ലെങ്ത് ഓഫ് ടേൺ ഔട്ട്. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് പോയിന്റ് ആൻഡ് ക്രോസിംഗ്. ഇങ്ങനെ ഒരു ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ഷനിൽ വേറൊരു ഡയറക്ഷനിലേക്ക് ട്രാക്കിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന അറേഞ്ച്മെന്റ് ഇതിനെ വിളിക്കുന്നതാണ്, ഈ മൊത്തം അറേഞ്ച്മെന്റിനെ വിളിക്കുന്നതാണ് ടേൺ ഔട്ട്. അപ്പൊ ഓവറോൾ ലെങ്ത് ഓഫ് ടേൺ ഔട്ട് എവിടം മുതൽ എവിടം വരെ ആയിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോ ഓഫ് സ്വിച്ച് ടു ദ ഹീൽ ഓഫ് ക്രോസിംഗ്. അതിനെയാണ് ഓവറോൾ ലെങ്ത് ഓഫ് ടേൺ ഔട്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഫേസിംഗ് ഡയറക്ഷൻ ആൻഡ് ട്രെയിലിംഗ് ഡയറക്ഷൻ എന്താണെന്ന് നോക്കാം. ഫേസിംഗ് ഡയറക്ഷൻ ആൻഡ് ട്രെയിലിംഗ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതാണ് മെയിൻ ട്രാക്കിന്റെ ഡയറക്ഷൻ. നമ്മള് പോയിന്റിൽ വന്ന് നിൽക്കുമ്പോൾ, ഇപ്പൊ ഇവിടെ പോയിന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ പോയിന്റിൽ നമ്മൾ ഈ പോയിന്റിൽ നിന്നിട്ട് നോക്കുമ്പോൾ ക്രോസിംഗ് കാണാമെങ്കിൽ ആ ഡയറക്ഷനെയാണ് നമ്മൾ ഫേസിംഗ് ഡയറക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ക്രോസിംഗ് കാണാമെങ്കിൽ അത് ഫേസിംഗ് ഡയറക്ഷൻ എന്നും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനെയാണ് നമ്മൾ ട്രെയിലിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഫേസിംഗ് ഡയറക്ഷൻ, when the crossing is seen while standing at the top switch, the direction is known as facing direction. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെയാണ് ട്രെയിലിംഗ് ഡയറക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഫേസിംഗ് ഡയറക്ഷനിലാണ് നിൽക്കുന്നതെങ്കിൽ മെയിൻ ട്രാക്കിലൂടെ വന്നിട്ട് ഇങ്ങനെ പോയിന്റ് ഫസ്റ്റ് കവർ ചെയ്തിട്ട് ദെൻ ക്രോസിംഗിലേക്ക് കിടക്കുകയാണ്. ഈ ട്രെയിലിംഗ് ഡയറക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്രോസിംഗ് പാസ് ചെയ്തിട്ടായിരിക്കും പോയിന്റിലൂടെ കടന്നു പോകുന്നത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിലിംഗ് ഡയറക്ഷൻ ആണ്. ട്രെയിലിംഗ് ഡയറക്ഷൻ ഈസ് സേഫർ ദാൻ ഫേസിംഗ് ഡയറക്ഷൻ. അപ്പൊ ട്രെയിലിംഗ് ഡയറക്ഷനിൽ എന്താ, ഫസ്റ്റ് ട്രെയിൻ പാസസ് ഓവർ ക്രോസിംഗ് ഫസ്റ്റ് ആൻഡ് ദെൻ സ്വിച്ച്. അങ്ങനെ രണ്ട് ഡയറക്ഷൻ ഓർത്തിരിക്കാം. ആദ്യം പോയിന്റ് പാസ് ചെയ്തിട്ട് പിന്നെ ക്രോസിംഗ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഫേസിംഗ് ഡയറക്ഷൻ.
നേരെ ഓപ്പോസിറ്റ്. ആദ്യം ക്രോസിംഗ് പാസ് ചെയ്തിട്ട് പിന്നെയാണ് ട്രെയിൻ പോയിന്റ് പാസ് ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും ട്രെയിലിംഗ് ഡയറക്ഷൻ. അപ്പൊ ഇത്രയാണ് പോയിന്റ് ആൻഡ് ക്രോസിംഗിൽ വരുന്ന ടേംസും. പോയിന്റ് ആൻഡ് ക്രോസിംഗ് നന്നായിട്ട് പഠിക്കണം. ഒരു 2-3 പ്രാവശ്യം നോക്കിയാലാണ് അതിലെ എല്ലാ ടേംസും ആ ഫിഗർ മനസ്സിൽ വെച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചെടുക്കാവുന്നുള്ളൂ. അടുത്തത് ട്രാക്ക് അറേഞ്ച്മെന്റ്സ്. പല ട്രാക്ക് അറേഞ്ച്മെന്റ്സ് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒരു ട്രാക്ക് അറേഞ്ച്മെന്റ് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടേൺ ഔട്ട്. ടേൺ ഔട്ടിലാണ് എന്തൊക്കെ വരുന്നത്? പോയിന്റ് ആൻഡ് ക്രോസിംഗ് വരുന്നത്. പിന്നെ നമുക്കൊരു 7 ട്രാക്ക് അറേഞ്ച്മെന്റ് കൂടെ പഠിക്കാം. അതിന്റെ ഫിഗേഴ്സ് അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റ് വൺ ലെവൽ ക്രോസിംഗ്, അടുത്തത് ക്രോസ് ഓവർ, ഫോർത്ത് വൺ ഡയമണ്ട് ക്രോസിംഗ്, സിസർ ക്രോസ് ഓവർ, ലാഡർ ട്രാക്ക്, ഗോൺലെറ്റ് ട്രാക്ക് ആൻഡ് വയഡക്ട്. ഫസ്റ്റ് വൺ ടേൺ ഔട്ട്. ടേൺ ഔട്ട് ആണ് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ടേൺ ഔട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒരു മെയിൻ ട്രാക്കിൽ നിന്ന് ബ്രാഞ്ച് ട്രാക്കിലേക്ക് പോകുന്നു, പോയിന്റും ക്രോസിംഗ്സ് ഒക്കെ വരുന്ന ടേൺ ഔട്ട്. അടുത്തത് ലെവൽ ക്രോസിംഗ്. ലെവൽ ക്രോസിംഗും നമുക്ക് പരിചയമായിട്ടുള്ള ഒരു വേർഡാണ്. അതായത് റോഡും റെയിലും സെയിം ലെവലിൽ ക്രോസ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഞാൻ റെയിൽവേ ട്രാക്കും കാണിച്ചിട്ടുണ്ട്, അതുപോലെ റോഡും കാണിച്ചിട്ടുണ്ട്. അത് രണ്ടും ഒരു ലെവലിൽ ക്രോസ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഈ ലെവൽ ക്രോസിംഗിലാണ് നമ്മൾ ഗേറ്റ് അട കിട്ടിയെന്നൊക്കെ പറയണം. അവിടെ നമ്മൾ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവിടെ ആ ക്രോസ് ചെയ്യുന്ന ആ ഒരു ഏരിയയില് ലെവൽ ക്രോസിൽ ഒരു സ്പെഷ്യൽ റെയിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ട്രെയിനിന്റെ വീലിനെ കറക്റ്റ് ആയിട്ട് ട്രെയിനിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡ് റെയിൽ കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ റെയിലിന് മുകളിലൂടെ ടാറിട്ട റോഡാണ്. അപ്പൊ റോഡ് ഉണ്ട്. സോ അതിനെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെവൽ ക്രോസിംഗിൽ ഒരു ഗാർഡ് റെയിൽ കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ലെവൽ ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡും റെയിൽവേ ട്രാക്കും സെയിം ലെവലിൽ ക്രോസ് ചെയ്യുന്നതാണ് ലെവൽ ക്രോസിംഗ്. അടുത്തത് ക്രോസ് ഓവർ. ക്രോസ് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് ഓവർ നോക്കുക. 2 പാരലൽ ട്രാക്ക് ഉണ്ട്. മെയിൻ ട്രാക്ക് 2 പാരലൽ മെയിൻ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഈ കൊടുത്തിരിക്കുന്ന അറേഞ്ച്മെന്റ് ആണ് ക്രോസ് ഓവർ. അപ്പൊ ക്രോസ് ഓവർ ശ്രദ്ധിച്ച ഇവിടെ ഒരു ടേൺ ഔട്ട്, ഇത് രണ്ടാമത്തെ ടേൺ ഔട്ട്. അങ്ങനെ 2 ടേൺ ഔട്ട് ഒരു ക്രോസ് ഓവറിലുണ്ട്. അതുപോലെ ഇവിടെ ഒരു ക്രോസിംഗ് വരുന്നുണ്ട്, ഇവിടെയും ഒരു ക്രോസിംഗ് വരുന്നുണ്ട്. അപ്പൊ ഒരു ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ 2 പാരലൽ മെയിൻ ട്രാക്ക് ഉണ്ട്. അതിന് രണ്ടിനെ ഇങ്ങനെ ഡയറക്ഷൻ ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് വരുന്ന ഒരു ട്രെയിനിന് ഇങ്ങനെ പോകാൻ സാധിക്കും. അതുപോലെ ഇങ്ങനെ വരുന്നതിന് ഇങ്ങനെ കയറി ഈ ഡയറക്ഷനിൽ പോകാൻ സാധിക്കും. അങ്ങനെ 2 ടേൺ ഔട്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ക്രോസ് ഓവർ. ക്രോസ് ഓവറിൽ 2 ടേൺ ഔട്ട് ഉണ്ട്, അതുപോലെ 2 ക്രോസിംഗ്സ് ഉണ്ട്. അടുത്തത് ഡയമണ്ട് ക്രോസിംഗ്. ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് 2 ട്രാക്ക് ക്രോസ് ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഡയമണ്ട് ക്രോസിംഗിന്റെ പ്രത്യേകത എന്താ? അതിൽ 4 ക്രോസിംഗ്സ് ആണ് വരുന്നത്. ഡയമണ്ട് ക്രോസിംഗ്. അടുത്തത് സിസർ ക്രോസ് ഓവർ അല്ലെങ്കിൽ ഡബിൾ ക്രോസ് ഓവർ. നമ്മളിവിടെ ക്രോസ് ഓവർ പറഞ്ഞു, 2 പാരലൽ ട്രാക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തു പോകും. അങ്ങനെ ഇങ്ങനെയും ക്രോസ് ചെയ്തു പോകും, ഇങ്ങനെയും ക്രോസ് ചെയ്തു പോകും. അപ്പൊ 2 ക്രോസ് ഓവർ ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡബിൾ ക്രോസ് ഓവർ, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് കൊണ്ടാണ് അതിനെ സിസർ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ഇതിന്റെ കേസ് ഒന്ന് നോക്കിയാൽ ഇതില് 2 സിസർ ക്രോസ് ഓവറിൽ 2 ക്രോസ് ഓവർ ഉണ്ട്. ഒന്ന് ഇത്, അടുത്തത് ഇങ്ങനെ. അപ്പൊ 2 ക്രോസ് ഓവർ ഉണ്ട്. ഇവിടെ ഒരു ഡയമണ്ട് ക്രോസിംഗ് ഉണ്ട്, കണ്ടോ? ഇതിന്റെ സെന്ററിൽ ഒരു ഡയമണ്ട് ക്രോസിംഗ് ഉണ്ട്. അതുപോലെ ഇവിടെ 4 ടേൺ ഔട്ട് ആണുള്ളത്. 1 2 3 4, അങ്ങനെ 4 ടേൺ ഔട്ട്. ഈ നമ്പേഴ്സ് പറഞ്ഞിട്ട് ചോദിക്കും അത് ഏത് ടൈപ്പ് ക്രോസ് ഓവർ ആണ്. 2 ക്രോസ് ഓവർ ഉണ്ട്, ഒരു ഡയമണ്ട് ക്രോസിംഗ് ഉണ്ടായിരിക്കും, 4 ടേൺ ഔട്ട് ഉണ്ടായിരിക്കും. അതാണ് ഒരു സിസർ ക്രോസ് ഓവറിന്റെ പ്രത്യേകത. അടുത്തത് ലാഡർ ട്രാക്ക്. ഈ ലാഡർ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ ട്രാക്കിൽ നിന്ന് തന്നെ ഇങ്ങനെ പാരലൽ ആയിട്ട് കുറെ ട്രാക്സ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇത് കൂടുതലും നമ്മൾ ഈ ലാഡർ ട്രാക്ക് ഒരു ലാഡർ ഷേപ്പിൽ ഇങ്ങനെ 1 2 3 4 5 അങ്ങനെ കുറെ ട്രാക്സ് ഇങ്ങനെ പാരലൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു മെയിൻ ട്രാക്കിൽ നിന്ന്. അതിനൊരു ലാഡർ ഷേപ്പിലായിരിക്കും അത് കാണുക. അതുകൊണ്ടാണ് ലാഡർ ട്രാക്ക് എന്ന് വിളിക്കുന്നത്. ഇത് യൂഷ്വലി കണ്ടുവരുന്ന ടെർമിനൽ സ്റ്റേഷൻസിലൊക്കെയാണ്. അത് ഒരു ട്രാക്കിന്റെ ടെർമിനൽ സ്റ്റേഷനിലൊക്കെ ഒത്തിരി
ട്രെയിൻ വന്ന് ഗ്യാദർ ചെയ്ത് കൂട്ടിയിടേണ്ട വരുന്ന കേസിലാണ് ഈ ലാഡർ ട്രാക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാഡർ ട്രാക്കിന് മറ്റൊരു പേരുണ്ട്, ഗ്യാദറിംഗ് ട്രാക്ക്. ട്രെയിൻ എല്ലാം ഗ്യാദർ ചെയ്യുന്ന ആ ഒരു ടെർമിനലിൽ കൊടുക്കുന്ന ട്രാക്ക് അറേഞ്ച്മെന്റ് ആണ് ലാഡർ ട്രാക്ക്. അടുത്തത് ഗോൺലെറ്റ് ട്രാക്ക്. ഗോൺലെറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസ് വരുന്നത്, ഒരു റിവർ ഉണ്ട്, നമ്മുടെ ഈ ട്രാക്കിന് ഒരു റിവർ ക്രോസ് ചെയ്ത് പോകണം. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ട്രാക്ക് ഉണ്ട്. അപ്പൊ ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് പോകും. അപ്പൊ ഇതിന് പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു ട്രാക്ക് കൂടി ഉണ്ടെങ്കിൽ, അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു റിവർ ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രാക്കിന് പോകാൻ വേണ്ടി നമ്മൾ റിവറിന് മുകളിൽ എന്തായാലും ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോ ഇങ്ങനെയാണ് ട്രെയിനിന്റെ മൂവ്മെന്റ്. അപ്പൊ ഇതിന് പാരലൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ, വീണ്ടും ഇതിന് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഈ റിവർ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഈ ട്രാക്കിനും ഒരു ബ്രിഡ്ജ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കാത്ത, ഒന്ന് കോസ്റ്റ് വൈസ് നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ വിടുകയാണ്. ഇവിടെ എല്ലാം ഒരു ടേൺ ഔട്ട് കൊടുക്കുകയാണ്. ഈ സൈഡിൽ ഒരു ടേൺ ഔട്ട് കൊടുത്തു, ഈ ഒരു സൈഡിലും ടേൺ ഔട്ട് ചെയ്ത് ഈ സെയിം ബ്രിഡ്ജിലൂടെ തന്നെ നമുക്ക് ട്രെയിനിനെ വിടാൻ സാധിക്കും. ഇതിനെയാണ് ഗോൺലെറ്റ് ട്രാക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഡിലേ വരും. ഈ ഒരു ഡയറക്ഷനിൽ ട്രെയിൻ പോയാലാണ് ഈ ഒരു ട്രാക്കിലൂടെയുള്ള ട്രെയിൻ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ ഈ ഡയറക്ഷനിലും ട്രെയിൻ ഉണ്ടെങ്കിൽ ഈ ട്രെയിൻ ഇവിടെ പിടിച്ചിടും. അങ്ങനെ ഒത്തിരി ഡിലേ ഇൻക്രീസ് ആകും ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഏതാ? ഗോൺലെറ്റ് ട്രാക്ക്. റിവർ വരുന്ന കേസിൽ ആണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റ്, അങ്ങനെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരുന്ന കേസിലാണ് ഗോൺലെറ്റ് ട്രാക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് വയാഡക്റ്റ്. വയാഡക്റ്റ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന വാലീസിലാണ്. വാലീസിലൊക്കെ കുറച്ച് വയാഡക്റ്റ് നമ്മൾ റോഡിനും അതുപോലെ റെയിൽവേ ട്രാക്കിനും ഒക്കെ വയാഡക്റ്റ് പറയാറുണ്ട്. വാലീസില് കുറച്ച് റൈസ് ചെയ്തും ഇങ്ങനെ ഉയർത്തി ട്രാക്ക് പണിയുന്നതിനെയാണ് വയാഡക്റ്റ്. എ ലോങ് കണ്ടിന്യൂസ് സ്ട്രക്ചർ ക്യാരിയിങ് ദ റോഡ് ഓർ റെയിൽ ഓവർ എ വാലി ഈസ് നോൺ ആസ് വയാഡക്റ്റ്. ഇങ്ങനെ ഉയർത്തി റോഡോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കോ ഇതൊക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ വയാഡക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ട്രാക്ക് അറേഞ്ച്മെന്റ്സിൽ കവർ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് മെയിൻ്റെനൻസ് ഓഫ് ട്രാക്ക്. ട്രാക്കിൽ വരുന്ന മെയിൻ്റെനൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മെയിൻ്റെനൻസ് ഓഫ് ട്രാക്ക്. അപ്പൊ നമ്മൾ ട്രാക്ക് പീരിയോഡിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ റിപ്പയർ വർക്കുകളൊക്കെ ചെയ്യല്ല. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിന് പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ സെക്ഷനും 5 to 6 kilometers ലെങ്തിലുള്ള സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ സെക്ഷനും ഒരേ ഗാങ്ങിനെ ഏൽപ്പിക്കുകയാണ്. ഗാങ് ലുക്ക് ദ സെക്ഷൻ. ഓരോ സെക്ഷനും ഓരോ ഗാങ്ങിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോ ഗാങ്ങിലും ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഒരു ഗാങ്ങിൽ ഒരു ഗാങ്ങർ ഉണ്ടാവും, അതാണ് ആ ഗാങ്ങിന്റെ ലീഡർ. പിന്നെ ഒരു കീമാൻ ഉണ്ടാവും, കീ ഒക്കെ ചെക്ക് ചെയ്യുന്ന ആളാണ് കീമാൻ. അതുപോലെ കുറച്ച് വർക്കേഴ്സ് ഉണ്ടാവും. ഒരു ബ്രോഡ് ഗേജിന്റെ കേസിലാണെങ്കിൽ ഒരു ഗാങ്ങിൽ 9 to 10 നമ്പേഴ്സും മീറ്റർ ഗേജിന്റെ കേസിൽ 4 to 5 നമ്പേഴ്സും വർക്കേഴ്സ് ആണുള്ളത്. അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 90 മീറ്റർ ആയിരിക്കും ഒരു ദിവസം അവര് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുക. ഇനി ഇവരുടെ ഓരോരുത്തരുടെയും ഫങ്ഷൻസ് നോക്കാം. ഗാങ്ങർ എടുക്കുകയാണെങ്കിൽ ഗാങ്ങറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ലീഡർ ആണ്. ചെക്ക് ദ ടൂൾസ് ഫോർ ഗാങ്. ആ ഗാങ്ങിന് വേണ്ട ടൂൾ എല്ലാം ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ ചെക്ക് ദ ട്രാക്ക് അലൈൻമെന്റ്. ട്രാക്കിന്റെ അലൈൻമെന്റ് ഒക്കെ ചെക്ക് ചെയ്യും. എക്സാമിൻ പീരിയോഡിക്കലി ദ പോയിന്റ് ആൻഡ് ക്രോസിംഗ്. പോയിന്റും ക്രോസിംഗ്സും പീരിയോഡിക്കലി അയാൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ഓർ സ്ലോ ഡൗൺ ട്രെയിൻ ഇൻ കേസ് ഓഫ് എമർജൻസി. എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ട്രെയിനിനെ സ്ലോ ചെയ്യാനുള്ള സിഗ്നൽസ് കാണിക്കാനും ഗാങ്ങറിന് സാധിക്കും. അടുത്തത് കീമാൻ. കീമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാങ്ങറിന്റെ ആബ്സെൻസിൽ കീമാന് ഗാങ്ങറിന്റെ എല്ലാ ഫങ്ഷൻസും ചെയ്യണം. അതുപോലെ തന്നെ കീമാനിന് പേര് വരാൻ കാരണം അറ്റൻഡ് ദ ബോൾട്ട് ആൻഡ് കീസ് ഫോർ മെയിൻറ്റെയിനിങ് ഗേജ്. കീസും ബോൾട്ടും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗേജ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കീസും ബോൾട്ടും ഒക്കെ പീരിയോഡിക്കലി ചെക്ക് ചെയ്യുന്നത് കീമാൻ ആയിരിക്കും. അതുപോലെ തന്നെ ഗാങ്ങർ ഇല്ലെങ്കിൽ ഗാങ്ങറിന്റെ റെസ്പോൺസിബിലിറ്റിയും കീമാനിന് ഉണ്ട്.
അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മെയിൻ്റെനൻസ്. എന്തൊക്കെ ടൈപ്പ് മെയിൻ്റെനൻസ് ആണ്? 3 ടൈപ്പ് മെയിൻ്റെനൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഡെയിലി മെയിൻ്റെനൻസ്, കീ ലൂസിങ് ആൻഡ് ടൈറ്റിങ്. എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. കീ അഴിച്ചു കൊടുക്കണമെങ്കിൽ അഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ടൈറ്റ് ആക്കുക. അടുത്തത് പീരിയോഡിക് മെയിൻ്റെനൻസ്, ഗേജ് മെയിൻ്റെനൻസ് ആൻഡ് ക്രീപ്പ് കറക്ഷൻ. ക്രീപ്പ് കറക്ഷനും അതുപോലെ ഗേജ് മെയിൻ്റെനൻസും ഒക്കെ പീരിയോഡിക്കലി നമ്മൾ ചെയ്യേണ്ട മെയിൻ്റെനൻസ് ആണ്. സ്പെഷ്യൽ മെയിൻ്റെനൻസ്, എന്തെങ്കിലും സ്പെഷ്യൽ ടൂൾസ് ഒക്കെ കൊണ്ടുവന്ന് ചെയ്യുന്ന മെയിൻ്റെനൻസിനെയാണ് സ്പെഷ്യൽ മെയിൻ്റെനൻസ് എന്ന് വിളിക്കുന്നത്. അടുത്തൊരു ടേം നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേഷൻസ് ആൻഡ് യാർഡ്സ്. ഇതെല്ലാം ഒരു ഒറ്റ പ്രാവശ്യം വായിച്ച് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് വേഗം പറഞ്ഞു പോകാം. സ്റ്റേഷൻസ് ആൻഡ് യാർഡ്സ്. സ്റ്റേഷൻസ് നമുക്കെല്ലാം പരിചയമുള്ള ഒരു വേർഡാണ്. ഇറ്റ് ഷുഡ് ബി ഇൻ എ പ്ലെയിൻ ഏരിയ. ഒരു പ്ലെയിൻ ഏരിയയിലാണ് യൂഷ്വലി സ്റ്റേഷൻസ് നമ്മൾ കൊടുക്കുക. അവിടെ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു സ്ലോപ്പ് കൊടുക്കണമെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ടത് 1/1000 ആണ് ഡിസൈറബിൾ സ്ലോപ്പ്. മാക്സിമം അലോബിൾ ആയിട്ടുള്ള സ്ലോപ്പ് 1/400 മീറ്റർ. ചില ടെക്സ്റ്റിലൊക്കെ 1/500 മീറ്റേഴ്സ് എന്നും കൊടുക്കാറുണ്ട്. അപ്പൊ ഏതാണോ ഓപ്ഷനിലുള്ള അതിനനുസരിച്ച് എഴുതാം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേഷൻസ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ ആൻഡ് ബേസ്ഡ് ഓൺ യൂസ്. ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, നോൺ ബ്ലോക്ക് സ്റ്റേഷൻ ആൻഡ് ബ്ലോക്ക് സ്റ്റേഷൻ. ബേസ്ഡ് ഓൺ യൂസ് ടെർമിനൽ സ്റ്റേഷൻ ഉണ്ട്, ജംഗ്ഷൻ, വേസൈഡ്. ഇനി നോൺ ബ്ലോക്ക് സ്റ്റേഷൻ. നോൺ ബ്ലോക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പാസഞ്ചേഴ്സിന് കയറാനും ഇറങ്ങാനും, അതായത് ട്രാഫിക് മാത്രമാണ് അവിടെ ഡീൽ ചെയ്യണം. അതായത് പാസഞ്ചേഴ്സിന് കയറാം ഇറങ്ങാം, അങ്ങനത്തെ സ്റ്റേഷനാണ് നോൺ ബ്ലോക്ക് സ്റ്റേഷൻ. അവിടുത്തെ ട്രെയിനിന്റെ മൂവ്മെന്റിനെ ഒന്നും സിഗ്നൽസോ കാര്യങ്ങളോ ഒക്കെ വെച്ച് ട്രെയിനിന്റെ മൂവ്മെന്റിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്റ്റേഷനാണ് നോൺ ബ്ലോക്ക് സ്റ്റേഷൻ. ഇനി ബ്ലോക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിൻ കനോട്ട് പ്രൊസീഡ് വിത്തൗട്ട് ഒബ്റ്റൈനിങ് പെർമിഷൻ. ബ്ലോക്ക് സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ട്രെയിനിന്റെ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളൂ. ബ്ലോക്ക് സ്റ്റേഷനിൽ ട്രെയിൻ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നോൺ ബ്ലോക്ക് സ്റ്റേഷനിൽ ട്രെയിൻ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബ്ലോക്ക് സ്റ്റേഷനിൽ ട്രെയിൻ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ബ്ലോക്ക് സ്റ്റേഷനിൽ നിന്നുള്ള പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് ട്രെയിൻ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളൂ. അതാണ് ബ്ലോക്ക് സ്റ്റേഷൻ. അടുത്തത് ബേസ്ഡ് ഓൺ യൂസ്. യൂസ് അനുസരിച്ച് ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ടെർമിനൽ സ്റ്റേഷൻ ആണ്. ടെർമിനൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് ചെയ്യുന്ന പോർഷൻ ആണ്. ട്രിവാൻഡ്രം സ്റ്റേഷൻ ഒരു ടെർമിനൽ സ്റ്റേഷൻ എക്സാമ്പിൾ ആണ്. ഇനി ടെർമിനൽ സ്റ്റേഷൻ നോക്കാം. ടു റിവേഴ്സ് എഞ്ചിൻ, അവിടെ വെച്ച് ട്രാവൽ തീരാണ്, സോ എഞ്ചിൻ റിവേഴ്സ് ചെയ്യണം. അതുപോലെ നമ്പർ ഓഫ് സൈഡിങ്സ്, നമ്മള് ലാഡർ അറേഞ്ച്മെന്റ്, ലാഡർ ട്രാക്ക് പറഞ്ഞു, ഒന്നിലധികം ട്രെയിൻസ് ഗ്യാദർ ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ നമ്പർ ഓഫ് സൈഡിങ്സ് പ്രൊവൈഡ് ചെയ്യണം ഒരു ടെർമിനൽ സ്റ്റേഷനിൽ. അതുപോലെ ടെർമിനൽ സ്റ്റേഷനിൽ എക്സാമിനേഷൻ പിറ്റ്സ് ഒക്കെ ഉണ്ടാകും. പിന്നെ ഫെസിലിറ്റീസ് ടു ഫിൽ ഫ്യൂവൽ ആൻഡ് വാട്ടർ. വാട്ടറും ഫ്യൂവലും ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ടതൊക്കെ ഫില്ല് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് കൊടുത്തിട്ടാവും. സർവീസിങ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മാർഷലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഗീസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. അത്രയും അറേഞ്ച്മെന്റ്സ് ഒക്കെ ടെർമിനൽ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കും. അടുത്തത് വരുന്നത് ജംഗ്ഷൻ സ്റ്റേഷൻ ആണ്. ജംഗ്ഷൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ് ഓഫ് ട്രെയിൻ ഇൻ മോർ ദാൻ 3 ഡയറക്ഷൻ. ആ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ട്രെയിനിന് പല ഡയറക്ഷനിലും തിരിഞ്ഞു പോകാൻ സാധിക്കും. അതിനൊരു എക്സാമ്പിൾസ് ആണ് ഷൊർണൂർ ജംഗ്ഷൻ, പാലക്കാട് ജംഗ്ഷൻ, എറണാകുളം ജംഗ്ഷൻ, കൊല്ലം, കായംകുളം. ഇതൊക്കെ ജംഗ്ഷൻസിന് എക്സാമ്പിൾ ആണ്. ടെർമിനൽ സ്റ്റേഷനിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇല്ലെങ്കിലും അതിലുള്ള കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ജംഗ്ഷൻ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കും. ഫ്യൂവൽസ് ജംഗ്ഷൻ സ്റ്റേഷനിലുള്ളതാണ്. ഫ്യൂവൽസ്, വാട്ടർ ഫില്ലിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാകും. അതുപോലെ ക്ലീനിങ് ഫെസിലിറ്റീസ് ഉണ്ടാകും. അതുപോലെ ട്രാഫിക് കൺട്രോൾ ഫെസിലിറ്റി. മെയിൻ ആയിട്ട് ജംഗ്ഷൻ സ്റ്റേഷനിലുള്ള ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രാഫിക് കൺട്രോൾ ഫെസിലിറ്റീസ് ആണ്. ഏത് ഡയറക്ഷനിലാണോ ഒരു ജംഗ്ഷനിൽ 3 അതിലധികമോ ഡയറക്ഷനിലേക്ക് ട്രെയിൻ പോകേണ്ടി വരും. ഇപ്പൊ ഏത് ഡയറക്ഷനിലേക്കാണോ അത് പോകേണ്ടത് അത് കൺട്രോൾ ചെയ്യുന്നതാണ് ജംഗ്ഷൻ സ്റ്റേഷൻ. ഇനി വേസൈഡ് സ്റ്റേഷൻ നോക്കാം. വേസൈഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ട്രെയിൻ നമുക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുന്ന നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ വേസൈഡ് സ്റ്റേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്ന അറേഞ്ച്മെന്റ്സ്. ഇപ്പോ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ വേസൈഡ് സ്റ്റേഷൻ സാധാരണ നമ്മൾ പറയുന്ന നമ്മൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ള ആ ഒരു സ്റ്റേഷനെയാണ് നമ്മൾ വേസൈഡ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ
ഇപ്പൊ ഏതെങ്കിലും ഒരു ട്രെയിൻ സ്ലോ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അടുത്തൊരു ട്രെയിനിന് ഓവർടേക്ക് ചെയ്ത് പോകണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം വേ സൈഡ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കണം. അറേഞ്ച്മെന്റ് ഫോർ ഓവർടേക്കിംഗ് സ്ലോവർ ട്രെയിൻ. ഒരു ട്രെയിൻ സ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു സ്പീഡിൽ വരുന്ന ഒരു ട്രെയിനിന് ഓവർടേക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം വേ സൈഡ് സ്റ്റേഷനിൽ കൊടുക്കണം. അടുത്ത നമുക്ക് പ്ലാറ്റ്ഫോം നോക്കാം. അടുത്തൊരു ടേമാണ് പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകത നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാം, പ്ലാറ്റ്ഫോമിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അതുപോലെ എൻഡിങ്ങിലും ഒരു സ്ലോപ്പ്, അതായത് റാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. റാമ്പ് ഷുഡ് ബി അലൗഡ് അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് പ്ലാറ്റ്ഫോം. ഒരു പ്ലാറ്റ്ഫോമിന്റെ രണ്ട് എൻഡിലും റാമ്പ് പ്രൊവൈഡ് ചെയ്യണം. ആ റാമ്പിന് കൊടുക്കാവുന്ന മാക്സിമം സ്ലോപ്പ് 1/6 ആണ്. അതുപോലെ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് നമുക്ക് നോക്കാം. മിനിമം ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ട ലെങ്ത് 183 മീറ്റർ ആണ്. ഡിസറബിൾ ലെങ്ത് 305 മീറ്റേഴ്സ് ആണ്. അതുപോലെ വിഡ്ത്ത് ഓഫ് പ്ലാറ്റ്ഫോം മിനിമം 3.6 മീറ്റേഴ്സ് ആണ്. ഹൈറ്റ് പറയുന്നത്, പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ് പറയുന്നത് റെയിലിൽ നിന്ന് പ്ലാറ്റ്ഫോം വരെയുള്ള ആ ഒരു ഹൈറ്റ് ആണ്. അത് 762 mm to 838 mm ആണ്. റൂഫ് കവറിങ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുണ്ട്, കുറച്ച് ഏരിയയില് പ്ലാറ്റ്ഫോമിന്റെ മൊത്തം ലെങ്തില് റൂഫ് കവറിങ് ഉണ്ടാവില്ല, അതിന് കുറച്ച് ലെങ്തില്, കുറച്ച് അതിന്റെ മിഡിൽ പോർഷനിൽ കുറച്ച് ഭാഗത്തൊക്കെ റൂഫ് കൊടുത്തിട്ടുണ്ട്. ആ റൂഫ് കൊടുക്കേണ്ട മിനിമം ലെങ്ത് 61 മീറ്റേഴ്സ് ആണ്. ഇത്രയൊക്കെയാണ് സ്റ്റേഷനിലും പ്ലാറ്റ്ഫോമിലും ഒക്കെ നമുക്ക് പറയാനുള്ളത്. അടുത്ത യാർഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. A system of track at the station used for storing, sorting and dispatching vehicle. വെഹിക്കിളിനെ കറക്റ്റ് ആയിട്ട് സോർട്ട് ചെയ്യുന്നതിനും ഡിസ്പാച്ച് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ട്രാക്ക് അറേഞ്ച്മെന്റ്സ് കൊടുക്കുന്നതിനെയാണ് യാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് യാർഡാണ് നമുക്ക് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് പാസഞ്ചർ യാർഡ്, അടുത്ത ഗുഡ് യാർഡ്, ഷണ്ടിങ് യാർഡ് ആൻഡ് ലോക്കോ യാർഡ്. ആദ്യമായിട്ടുള്ളത് പാസഞ്ചർ യാർഡ്സ്. പാസഞ്ചർ യാർഡ്സിൽ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണുള്ളത് നോക്കാം. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും, അതുപോലെ പാസഞ്ചർ യാർഡിൽ വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും, ടിക്കറ്റ് കൗണ്ടേഴ്സ്, ക്യാൻറ്റീൻ, ഡ്രിങ്കിങ് വാട്ടർ, കംഫർട്ട് സ്റ്റേഷൻ, ഫസ്റ്റ് എയ്ഡ്. ഇത്രയും ഫെസിലിറ്റീസ് ആണ് ഒരു പാസഞ്ചേഴ്സിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും പാസഞ്ചർ യാർഡിൽ ഉണ്ടായിരിക്കും. അടുത്ത ഗുഡ് യാർഡ് എന്തായിരിക്കും? ഗുഡ്സിന് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഫെസിലിറ്റീസ്, ക്രെയിൻ ഇഫ് ഹെവി goods comes, weighing balance, go downs, truck parking facility in front of each bogie. ഈ ഓരോ ബോഗീസിന്റെ അടുത്ത് ട്രക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇതെല്ലാം ഗുഡ് യാർഡ്സിൽ വേണ്ടതാണ്. അടുത്ത ഷണ്ടിങ് യാർഡ് ഓർ മാർഷലിംഗ് യാർഡ്. ഷണ്ടിങ് ഓർ മാർഷലിംഗ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിന്റെ എല്ലാ ബോഗീസിനെയും കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നതിനെയാണ്, ആ കറക്റ്റ് ലൊക്കേഷനിൽ അതിനെ പ്ലേസ് ചെയ്യുന്ന, അതിന്റെ ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർഷലിംഗ് എന്ന് പറയുന്നത്. പൊസിഷൻ ആൻഡ് കണക്ടിങ് ഓഫ് ബോഗീസ് ഓഫ് ട്രെയിനെയാണ് നമ്മൾ മാർഷലിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് 3 യാർഡ് ഉണ്ട്: ഗ്രാവിറ്റി യാർഡ്, ഫ്ലാറ്റ് യാർഡ് ആൻഡ് ഹംപ് യാർഡ്. ഗ്രാവിറ്റി യാർഡ് നമുക്ക് നോക്കാം. ഗ്രാവിറ്റി യാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോഗിക്ക് ഒരു ലോക്കോമോട്ടീവിന്റെയും സഹായമില്ലാതെ, അത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി മൂവ് ചെയ്യാൻ പറ്റുന്ന, ഒരു ലോക്കോമോട്ടീവിന്റെ സഹായമില്ലാതെ ഗ്രാവിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഗ്രാവിറ്റി യാർഡ് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് യാർഡ് എന്ന് പറഞ്ഞാൽ യാർഡ് ഫ്ലാറ്റ് ആയിരിക്കും. അപ്പൊ ഈ ബോഗീസിന് വേറൊരു ലോക്കോമോട്ടീവിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹംപ് യാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഹമ്പായിരിക്കും, അതിന്റെ പകുതി ഡിസ്റ്റൻസ് ഒരു ലോക്കോമോട്ടീവിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ബോഗീസിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഡിസ്റ്റൻസ് ഗ്രാവിറ്റിയിൽ മൂവ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് ഹംപ് യാർഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ മാർഷലിംഗ് യാർഡിൽ നമ്മൾ കൊടുക്കുന്നത് സിഗ്നൽസിൽ നമ്മൾ പഠിക്കും. മാർഷലിംഗ് യാർഡിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസ് ആണ് സിഗ്നൽസ് ഇൻ മാർഷലിംഗ് യാർഡ് ആണ് ഡിസ്ക് സിഗ്നൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് സിഗ്നൽ എന്ന് വിളിക്കുന്നത്. ആ സിഗ്നലിന്റെ പ്രത്യേകത ഒരു റൗണ്ട് സിഗ്നൽ ആയിരിക്കും, അതിന്റെ നടുക്കൊരു റെഡ് ബാൻഡ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് ഡിസ്ക് സിഗ്നൽ എന്ന് വിളിക്കുന്നത്. മാർഷലിംഗ് യാർഡിൽ കൊടുക്കുന്ന സിഗ്നൽ ആണ്. അത് ഗ്രൗണ്ടിൽ നിന്ന് അധികം ഹൈറ്റ് ഇല്ലാത്ത കാരണമാണ് അതിനെ ഗ്രൗണ്ട് സിഗ്നൽ എന്നും വിളിക്കുന്നുണ്ട്. ഈ റെഡ് ബാൻഡ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആണ്, അത് വെർട്ടിക്കൽ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗോ. അടുത്തത് വരുന്നത് ലോക്കോ യാർഡ്സ് ആണ്.
ലോക്കോ യാർഡ്സ് എന്ന് പറഞ്ഞാൽ സർവീസിങ് ആൻഡ് റിപ്പയറിംഗ് ലോക്കോമോട്ടീവ്. അതിനു വേണ്ടി നമ്മൾ സർവീസ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും വേണ്ടി കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം ഓഫ് ട്രാക്ക് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ലോക്കോ യാർഡ്സ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കേണ്ടത് സ്റ്റേഷൻ എക്യുപ്മെന്റ്സ്. ഒരു സ്റ്റേഷനിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വാട്ടർ കോളം. നമ്മൾ പറഞ്ഞു വാട്ടർ ഫില്ല് ചെയ്യേണ്ട കേസ് വരും. ട്രെയിനിലേക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ അറേഞ്ച്മെന്റ് പൈപ്പ് വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. പലയിടത്തും അങ്ങനെ ട്രെയിനിൽ ഫില്ല് ചെയ്യണത് നിർത്തിയിട്ടേക്കണ നിങ്ങൾ സ്റ്റേഷൻസിൽ കണ്ടിട്ടുണ്ടാകാം യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ. അതാണ് വാട്ടർ കോളം. ദെൻ അടുത്തത് ട്രയാങ്കിൾ. ട്രയാങ്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിൽ വരുന്ന ട്രെയിനിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെർമിനൽസിലാണ് സാധാരണ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക, എഞ്ചിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരിക. അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കൊടുക്കുന്ന അറേഞ്ച്മെന്റ് ആണ് ട്രയാങ്കിൾ ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എഞ്ചിൻ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൊടുക്കുമ്പോൾ ഒത്തിരി ഏരിയ നമുക്ക്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ റെയിൽ കൊടുക്കുമ്പോൾ ഒത്തിരി ഏരിയ റിക്വയർഡ് ആയിട്ട് വരും. അതുകൊണ്ട് പ്രസന്റ്ലി നോട്ട് ഇൻ യൂസ് ആണ് ട്രയാങ്കിൾ. അപ്പൊ ഇപ്പോൾ നമ്മൾ ട്രെയിനിന്റെ എഞ്ചിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേൺ ടേബിൾ ആണ്. ടേൺ ടേബിൾ ഇങ്ങനെ ഈ ടെർമിനൽസിലൊക്കെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പോർഷൻ ഉണ്ടായിരിക്കും. അതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടേൺ ടേബിൾ ഉണ്ടാവും. ആ ടേൺ ടേബിളിലേക്ക് എഞ്ചിനെ മാത്രം, ഇങ്ങനെ പല ഡയറക്ഷനിലും ട്രെയിൻ പോകുന്നുണ്ടാകും. അപ്പോ എഞ്ചിനെ മാത്രം ഈ ടേൺ ടേബിളിലേക്ക് കയറ്റിയിട്ട് ടേബിൾ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് എഞ്ചിനെ തിരിക്കാൻ പറ്റും. പ്ലേസ്ഡ് അറ്റ് ടെർമിനൽ സ്റ്റേഷൻ. ടെർമിനൽ സ്റ്റേഷനിലൊക്കെയാണ് നമ്മൾ ഈ ടേൺ ടേബിൾ കൊടുക്കുന്നത്. അടുത്തത് ട്രാവേഴ്സർ. ട്രാവേഴ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ദ ട്രെയിൻ ഫ്രം വൺ ട്രാക്ക് ടു അനദർ. ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് നമുക്ക് ട്രെയിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന അറേഞ്ച്മെന്റ് ആണ് ട്രാവേഴ്സർ എന്ന്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇഫ് എനി എറർ ഇൻ ഷണ്ടിങ്. നമ്മൾ ഓൾറെഡി മാർഷലിംഗ് നടത്തി ബോഗീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബോഗീസിന്റെ അറേഞ്ച്മെന്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബോഗീനെ മാത്രം പാരലൽ ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ കൊടുക്കുന്ന അറേഞ്ച്മെന്റ് ആണ് ട്രാവേഴ്സർ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്രെയിൻസ്. ഗുഡ്സ് യാർഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്രെയിൻസിന്റെ ആവശ്യം, വെയിറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ക്രെയിൻസ് ആവശ്യമായിട്ട് വരും. അടുത്ത വെയിങ് ബ്രിഡ്ജ്, വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വെയിങ് ബ്രിഡ്ജ് കൊടുക്കാം. ദെൻ ബഫർ സ്റ്റോപ്പ്. ബഫർ സ്റ്റോപ്പ് യൂഷ്വലി കണ്ടുവരുന്നത് ടെർമിനൽ സ്റ്റേഷനാണ്. ഇങ്ങനെ ഒരു സ്റ്റോപ്പ് നമുക്ക് കാണാം. ആ ബഫർ സ്റ്റോപ്പിന്റെ തൊട്ട് മുന്നിലായിരിക്കണം ട്രെയിൻ നിൽക്കുക ടെർമിനൽ സ്റ്റേഷനിൽ. അത് വിട്ട് പോകാൻ പാടില്ല. ആ ബഫർ സ്റ്റോപ്പിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അലാം ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ആ അലാം അടിക്കും. അപ്പോ അതൊരു ഹിറ്റ് ചെയ്യരുത്. അങ്ങനെ അലാം അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പണിഷ്മെന്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ആ ടെർമിനൽ സ്റ്റേഷനിൽ കൊടുക്കുന്നതാണ് ബഫർ സ്റ്റോപ്പ്. അടുത്തത് ഡീറെയിലിംഗ് സ്വിച്ച്. ഡീറെയിലിംഗ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു ടു റിമൂവ് ദ ട്രെയിൻ ഫ്രം ട്രാക്ക് ടു അവോയ്ഡ് ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഈ ഒരു ട്രാക്കിലൂടെ വരുന്ന ട്രെയിനെ ആ ട്രാക്കിൽ നിന്ന് വേറൊരു ഏരിയയിലേക്ക്, ഇങ്ങനെ വേറൊരു പോർഷനിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ആ ട്രെയിനിനെ ഡീറെയിൽ ചെയ്ത് വേറൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഡേഞ്ചറസ് സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബോഗിനെയൊക്കെ അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് അത് ചെന്ന് നിൽക്കുന്ന ഒരു സാൻഡിലേക്കായിരിക്കും. അപ്പൊ വലിയ അപകടമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അടുത്തത് കൗ ക്യാച്ചർ. കൗ ക്യാച്ചർ അതിന്റെ പേരിൽ ഉണ്ട്. കൗസ് ഒക്കെ ഈ റെയിൽവേ ട്രാക്കിലൂടെ ഒക്കെ കൗസ് ഒക്കെ പോവുകയാണെങ്കിൽ, ഇത് നമ്മുടെ ഇവിടെയെക്കാളും ആപ്ലിക്കബിൾ ആയിട്ടുള്ള നോർത്തില് അങ്ങനത്തെ ഏരിയാസിലൊക്കെ ഒത്തിരി കൗസ് ഇങ്ങനെ ഈ ട്രാക്കിനെ ക്രോസ് ചെയ്ത് പോകും. അപ്പൊ ഒരു അറേഞ്ച്മെന്റ്സ് അവിടെ കൊടുക്കും. അപ്പൊ അത് ഈ കൗ ഒക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ തട്ടിക്കളയും. അത് ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും, കൗ ക്യാച്ചർ. അടുത്തത് സിഗ്നലിംഗ് ഇൻ റെയിൽവേ. റെയിൽവേസിൽ വരുന്ന സിഗ്നൽസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സിഗ്നൽസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്. സിഗ്നൽസ് അക്കോർഡിംഗ് ടു ഫങ്ഷൻ നമുക്ക് സ്റ്റോപ്പ് സിഗ്നൽ, വാർണിംഗ് സിഗ്നൽ, ഡിസ്ക് സിഗ്നൽ, അതുപോലെ കളേർഡ് ലൈറ്റ്സ്, ഇതൊക്കെയാണ് സിഗ്നൽസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റോപ്പ് സിഗ്നൽ. സ്റ്റോപ്പ് സിഗ്നലിന് മറ്റൊരു പേരാണ് സെമാഫോർ സിഗ്നൽ എന്ന് വിളിക്കാം. സ്റ്റോപ്പ് സിഗ്നലിന്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. ഒരു 7.5 മീറ്റർ ലെങ്ത്തിൽ ഒരു ലോങ് പോസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനൊരു ഹൊറിസോണ്ടൽ ആം ഉണ്ടായിരിക്കും. ആ ഹൊറിസോണ്ടൽ ആം വൈറ്റ് കളറിലായിരിക്കും. അതിലൊരു റെഡ് ബാൻഡ് ഉണ്ടായിരിക്കും. അത് ആം ഹൊറിസോണ്ടൽ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റോപ്പും, ആം വെർട്ടിക്കലോ ഒന്നെങ്കിൽ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ബോട്ടത്തിലേക്കോ, വെർട്ടിക്കൽ ആയിട്ടാണ് ആം നിൽക്കണമെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗോ. സെമാഫോർ സിഗ്നൽസ് അഥവാ സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾഡ് മെത്തേഡ് ഓഫ്
സിഗ്നലാണ്. അടുത്തൊരു സിഗ്നലാണ് വാർണിംഗ് സിഗ്നൽ. വാർണിംഗ് സിഗ്നലിന്റെ പ്രത്യേകത ഒരു സ്റ്റോപ്പ്, ഒരു പോസ്റ്റ്, വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ഹൊറിസോണ്ടൽ ആം ഉണ്ടായിരിക്കും. ആ ആമിന്റെ എൻഡിൽ ഒരു വി ഷേപ്ഡ് കട്ടിങ് ആയിരിക്കും, പിന്നെ അതിന്റെ അകത്തും ആ ഒരു വി ഷേപ്ഡ് മാർക്കിങ്സ് ആയിരിക്കും കൊടുത്തിരിക്കുക. ഇനി ഈ ആം ഹൊറിസോണ്ടൽ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് മെയിൻ സിഗ്നൽ ഈ സ്റ്റോപ്പ് പൊസിഷൻ. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വാർണിംഗ് കൊടുക്കുന്നതാണ്. അത് ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പ് പൊസിഷനിൽ സിഗ്നലാണ് കാണിച്ചിട്ടുള്ളത്. അതർവൈസ് നമുക്കത് പ്രൊസീഡ് ചെയ്യാം. ഒരു വാർണിംഗ് സിഗ്നൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വാർണിംഗ് സിഗ്നലിന്റെ ആം ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം അടുത്ത മെയിൻ സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പ് സിഗ്നൽ ആണ് കാണിക്കുന്നത്, ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഇനി അത് വെർട്ടിക്കൽ ആയിട്ട് നിൽക്കണമെങ്കിൽ സേഫ് ആണ്, ആ സ്റ്റേഷൻ ക്ലിയർ ആണ്, നമുക്ക് ട്രെയിൻ പാസ് ചെയ്ത് പോകാമെന്നാണ് ആ വാർണിംഗ് സിഗ്നൽ കാണിക്കുന്നത്. അടുത്ത ഡിസ്ക് സിഗ്നൽ ഓർ ഗ്രൗണ്ട് സിഗ്നൽ. അത് മാർഷലിംഗ് ഓഫ് ട്രെയിനിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ഒരു മൂവബിൾ ബാൻഡ് ഉണ്ട്, അത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ സ്റ്റോപ്പ് ആണ്, വെർട്ടിക്കൽ ആണെങ്കിൽ ഗോ ഓർ പ്രൊസീഡ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ മാർഷലിംഗിൽ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്തത് കളേർഡ് ലൈറ്റ്സ്. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കളേർഡ് ലൈറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ്. റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റോപ്പ്, ഗ്രീൻ പ്രൊസീഡ്, യെല്ലോ വാർണിംഗ് സിഗ്നൽ ആണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ബേസ്ഡ് ഓൺ പൊസിഷൻ. ഒരു കുറച്ച് ടോപ്പിക്കോടെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റെയിൽവേ ഒന്ന് കംപ്ലീറ്റ് ആകും. അത് ഞാൻ എടുത്തോട്ടെ. ഹലോ ഹലോ മിസ് പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പൊസിഷൻ നമുക്ക് നോക്കാം. രണ്ട് തരത്തിലുള്ള സിഗ്നൽസ് ആണുള്ളത്. ഒന്ന് റിസപ്ഷൻ സിഗ്നലും അടുത്ത ഡിപ്പാർച്ചർ സിഗ്നലും. റിസപ്ഷൻ സിഗ്നൽ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക. റിസപ്ഷൻ സിഗ്നൽ നമ്മൾ ട്രെയിന് റിസീവ് ചെയ്യാൻ കൊടുക്കുന്ന സിഗ്നൽസ് ആണ് റിസപ്ഷൻ സിഗ്നൽസ്. അതിലൊരു ഔട്ടർ സിഗ്നലും ഉണ്ടായിരിക്കും, ഒരു ഹോം സിഗ്നലും ഉണ്ടായിരിക്കും. ഈ ഔട്ടർ സിഗ്നല് ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു ബ്ലോക്ക് സ്റ്റേഷൻ ആണ് അവിടെ നമ്മൾ കാണിച്ചിട്ടുള്ള BS. ബ്ലോക്ക് സ്റ്റേഷനിൽ നിന്ന് 540 മീറ്റർ, ബ്രോഡ് ഗേജിന്റെ കേസിലാണെങ്കിൽ 540 മീറ്ററിലായിരിക്കും, 400 മീറ്റർ ആയിരിക്കും മീറ്റർ ഗേജിന്റെ കേസിൽ. അതുപോലെ ഹോം സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് സ്റ്റേഷന്റെ തൊട്ട് മുന്നേ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ ആണ് ഹോം സിഗ്നൽ. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 180 മീറ്റർ ഫ്രം സ്വിച്ച്. ആ ഒരു പോയിന്റിൽ നിന്ന് 180 മീറ്റർ, ഈ ബ്ലോക്ക് സ്റ്റേഷനിൽ നിന്ന് 180 മീറ്റർ മാറിയായിരിക്കും ഹോം സിഗ്നൽ ഉണ്ടായിരിക്കുക. ഈ ഹോം സിഗ്നൽ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു സ്റ്റേഷന്റെ കൺട്രോളിലായിരിക്കും ഈ ഒരു ഹോം സിഗ്നൽ. ദെൻ ഇത് ഔട്ടർ സിഗ്നലിന്റെ ഡിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിപ്പാർച്ചർ സിഗ്നലും രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സ്റ്റാർട്ടർ സിഗ്നൽ. ഇവിടെ ഈ ഒരു ബ്ലോക്ക് സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് സ്റ്റാർട്ടർ സിഗ്നൽ. അതായത് പാസഞ്ചേഴ്സ് എല്ലാവരും കയറി, ഇനി പാസഞ്ചേഴ്സ് എല്ലാവരും കയറി അത് പതുക്കെ ഒന്ന് ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഈ സ്റ്റാർട്ടർ സിഗ്നല്. അത് കഴിഞ്ഞ് ഒരാൾ ഇങ്ങനെ നോക്കും, വേറെ ആരും ഓടി കയറാനോ ചാടി ഇറങ്ങാനോ ഒന്നും ശ്രമിക്കല്ല, എല്ലാം പാത്തെല്ലാം ക്ലിയർ ആണ് എന്ന് ഉറപ്പുവരുത്തി കഴിയുമ്പോൾ ട്രെയിനിന്റെ സ്പീഡ് കൂട്ടാൻ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്, അവിടെ നിന്ന് വിട്ടുപോകാൻ, ആ ബ്ലോക്ക് സ്റ്റേഷൻ വിട്ടുപോകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽ. അപ്പൊ നമ്മളൊരു സ്റ്റേഷനിലേക്ക് അതിനെ റിസീവ് ചെയ്യാനായിട്ട് രണ്ട് സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഔട്ടർ സിഗ്നലും അടുത്തത് ഹോം സിഗ്നലിന്റെ കംപ്ലീറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് സ്റ്റേഷനിലെ ആളുകൾക്കായിരിക്കും ആ ഹോം സിഗ്നലിന്റെ കൺട്രോൾ. അതുപോലെ ഡിപ്പാർച്ചർ സിഗ്നല് ഒരു സ്റ്റാർട്ടർ സിഗ്നലും ഉണ്ടായിരിക്കും, അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നലും ഉണ്ടായിരിക്കും.
ഇനി ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് സിഗ്നൽസിനെ ക്ലാസിഫൈ ചെയ്യാം. ഓട്ടോമാറ്റിക് സിഗ്നൽസ്, ഈ കളേർഡ് ലൈറ്റ് കൊടുക്കുന്ന ആ സിഗ്നൽസ് ആണ് ഓട്ടോമാറ്റിക് സിഗ്നൽസ്. അതുപോലെ ഹാൻഡ് സിഗ്നൽസ്, ഈ ഫ്ലാഗ്സ് വെച്ചൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഹാൻഡ് സിഗ്നൽസ്. അത് നമ്മൾ എപ്പോഴൊക്കെ കൊടുക്കുന്നത്, ഫെയിലിയർ ഓഫ് ഓട്ടോമാറ്റിക് സിഗ്നൽസിനൊക്കെ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ ഫ്ലാഗ് യൂസ് ചെയ്യുക. അതുപോലെ ഗേറ്റ്, അതുപോലെ ഗാങ്ങറിനൊക്കെ യൂസ് ചെയ്യാം. ഗാങ്ങറിന് എന്തെങ്കിലും എമർജൻസീസിൽ സ്റ്റോപ്പോ അല്ലെങ്കിൽ സ്ലോ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ ഫ്ലാഗ്സ് യൂസ് ചെയ്യാം. അടുത്തത് ഡീറ്റോണേറ്റിംഗ് സിഗ്നൽസ്. ഡീറ്റോണേറ്റിംഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലോസീവ്സ് യൂസ് ചെയ്താണ്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താണ് സിഗ്നൽ കൊടുക്കുന്നത്. എന്തെങ്കിലും ഫോഗി കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ കളേർഡ് ലൈറ്റോ അല്ലെങ്കിൽ ഫ്ലാഗ്സോ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയാത്ത സമയത്ത് എന്തെങ്കിലും ഡീറ്റോണേറ്റിംഗ് എക്സ്പ്ലോസീവ്സ് വെച്ച് സൗണ്ട് ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ലോക്കോ പൈലറ്റിന് സിഗ്നൽസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡീറ്റോണേറ്റിംഗ് സിഗ്നൽ എന്ന് വിളിക്കുന്നത്. ദെൻ കുറച്ച് സ്പെഷ്യൽ സിഗ്നൽസ് ഉണ്ട്. സ്പെഷ്യൽ സിഗ്നൽസിൽ വരുന്നതാണ് റിപ്പീറ്റർ സിഗ്നൽ അല്ലെങ്കിൽ കോആക്ടിംഗ് സിഗ്നൽസ്. നമ്മൾ സ്റ്റോപ്പ് സിഗ്നൽ ഓൾറെഡി പറഞ്ഞു, 7.5 മീറ്റർ പോസ്റ്റിൽ ഒരു ഹൊറിസോണ്ടൽ വൈറ്റ് ബാൻഡ് കൊടുക്കുന്നു, അത് നമ്മൾ സ്റ്റോപ്പ് സിഗ്നൽ പറഞ്ഞു. ഈ സ്റ്റോപ്പ് സിഗ്നൽ എന്തെങ്കിലും ട്രീസോ അങ്ങനെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിട്ട് ലോക്കോ പൈലറ്റിന് കാണാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് താഴ്ത്തി ഒരു സിഗ്നലോടെ ഇങ്ങനെ കൊടുക്കുന്നതാണ് നമ്മൾ റിപ്പീറ്റർ. ഈ സിഗ്നൽ എന്താണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഇതിലും കാണിക്കുക. ഇത് സ്റ്റോപ്പ് ആണ് കാണിക്കുന്നതെങ്കിൽ ഈ താഴെ കൊടുക്കുന്ന സിഗ്നലും സ്റ്റോപ്പ് കാണിക്കണം. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സിഗ്നൽസ് കാണിക്കില്ല, രണ്ടും കോ ആക്ടിങ് ആണ്, അതുകൊണ്ട് അതിനെ കോ ആക്ടിങ് സിഗ്നൽ എന്ന് വിളിക്കുന്നു. ദെൻ റൂട്ടിംഗ് സിഗ്നലും, ഒരു ട്രാക്കിൽ നിന്ന് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്, അപ്പൊ ഏത് ട്രാക്കിലേക്കാണോ നമുക്ക് പോകേണ്ടത് അതിനു വേണ്ടി നമ്മൾ കാണിക്കുന്ന റൂട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൊവൈഡ് വെൻ ദർ ഈസ് മൾട്ടിപ്പിൾ ട്രാക്ക്, ഒത്തിരി ട്രാക്ക് ഉണ്ടെങ്കിൽ ആ ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ലോക്കോ പൈലറ്റിന് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം അതിനുള്ള സിഗ്നൽസ് കൊടുക്കുന്നതാണ് റൂട്ടിംഗ് സിഗ്നൽ. ഇനി കോളിംഗ് ഓൺ സിഗ്നൽ. കോളിംഗ് ഓൺ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ റിപ്പീറ്റർ സിഗ്നൽ പറഞ്ഞു. റിപ്പീറ്റർ സിഗ്നലില് ടോപ്പ് സിഗ്നല് വെർട്ടിക്കൽ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രൊസീഡ് ആണ് കാണിക്കുന്നത്. ദെൻ അതിന്റെ റിപ്പീറ്റർ സിഗ്നൽ ഒരു 45 ഇൻക്ലിനേഷനിൽ കാണിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ട്രെയിനിന് പോകാം പക്ഷെ വിത്ത് കോഷൻ, എന്തോ ഒരു കുറച്ച് വർക്ക് നടക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു ഡേഞ്ചർ ഫ്രണ്ടിലുണ്ട്, അപ്പൊ ഒരു കോഷനോട് കൂടി പോവുക എന്നാണ് കോളിംഗ് ഓൺ സിഗ്നൽ കാണിക്കുക. അടുത്ത കുറച്ച് സിഗ്നൽസ് കൂടാതെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഡബ്ല്യു വിസിലാണ്, വിസിലടിക്കേണ്ട സ്ഥലമാണ് ഈ കാണിക്കുന്നത്. ടി ടെർമിനേഷൻ, ട്രാക്ക് ഈസ് ഗോയിങ് ടു എൻഡ്, ആ ട്രാക്ക് എൻഡ് ചെയ്യാന്ന് കാണിക്കുന്നതാണ്. അതുപോലെ ഡൗൺവേർഡ് ആരോ 1000 എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺവേർഡ് ഗ്രേഡിയന്റ് അവിടെ ഉണ്ട്, 1 in 1000 ഗ്രേഡിയന്റ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതിൽ FM ഫോളിംഗ് മാർക്കാണ്, അതായത് എഞ്ചിന്റെ പൊസിഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ ആയിരിക്കണം എഞ്ചിൻ നിർത്തേണ്ടത്. അടുത്തത് സ്പീഡ്, ഇത് നമുക്ക് പരിചയമായിട്ടുള്ളതാണ്. സ്പീഡ് ലിമിറ്റ് ആണ് ആ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കുന്നത്. ദെൻ അടുത്തത് കുറച്ച് ഗ്രേഡിയൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. റൂളിംഗ് ഗ്രേഡിയന്റ്, മൊമെന്റം ഗ്രേഡിയന്റ്, പുഷർ ഗ്രേഡിയന്റ് ആൻഡ് സ്റ്റേഷൻ യാർഡ് ഗ്രേഡിയന്റ്. The maximum gradient to which rail track may be laid in a particular station, ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ കൊടുക്കാവുന്ന മാക്സിമം ഗ്രേഡിയന്റിനെയാണ് നമ്മൾ റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് വിളിക്കുന്നത്. ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കർവ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഗ്രേഡിയന്റ് കൊടുക്കാൻ പറ്റില്ല, കുറച്ച് ആ ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ, ആ ഒരു റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രേഡിയന്റ് നമുക്ക് കുറച്ച് കൊടുക്കേണ്ടി വരും. ആ ഒരു ടേമിനെയാണ് നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. റൂളിംഗ് ഗ്രേഡിയന്റ് എത്രയൊക്കെ വരാമെന്ന് നമുക്ക് നോക്കാം. ഇൻ പ്ലെയിൻ ഏരിയാസ്, ഒരു പ്ലെയിൻ ഏരിയയിൽ കൊടുക്കാവുന്ന മാക്സിമം റൂളിംഗ് ഗ്രേഡിയന്റ് ആണ് 1 in 150 to 1 in 200 ആയിരിക്കും. ഹില്ലി ഏരിയാസിൽ വരുന്ന റൂളിംഗ് ഗ്രേഡിയന്റ് 1 in 100 to 1 in 150 ആയിരിക്കും. ദെൻ മൊമെന്റം ഗ്രേഡിയന്റ്. മൊമെന്റം ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇറക്കം കഴിഞ്ഞാൽ പിന്നെ ഒരു കയറ്റം, അങ്ങനെ ഒന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. എ falling gradient is usually followed by a rising gradient. On falling gradient, the train gets a momentum and this momentum can utilize for rising gradient. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു
ഫസ്റ്റ് ഒരു ഫോളിംഗ് ഗ്രേഡിയന്റ് ആണ്. നമ്മളിപ്പോ ഒരു കാറ് ഇറങ്ങി വരികയാണെങ്കിൽ ആ കാറിന് കുറച്ച് മൊമെന്റം അറ്റൈൻ ചെയ്യാൻ പറ്റും അടുത്ത കയറ്റം കയറാനായിട്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ഗ്രേഡിയന്റിനെയാണ് ഇപ്പൊ നമുക്ക് അത്രയും ഗ്രേഡിയന്റ് അവിടെ കൂടുതൽ കൊടുക്കാൻ പറ്റും. ഒരു ഫോളിംഗ് ഗ്രേഡിയന്റ് ഒരു ഇറങ്ങിയാണ് വരുന്നതെങ്കിൽ ആ ട്രെയിൻ കുറച്ച് മൊമെന്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോ ഇനി ഒരു കയറ്റം വരുമ്പോൾ കുറച്ചുകൂടെ ഗ്രേഡിയന്റ് കൂട്ടി കൊടുത്താലും ആ മൊമെന്റ് കൊണ്ട് നമുക്ക് കുറച്ച് കയറാൻ പറ്റും. അതിനെയാണ് നമ്മൾ മൊമെന്റം ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ആ മൊമെന്റം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും റൈസിങ് ഗ്രേഡിയന്റില്. അതുപോലെ തന്നെ പുഷർ ഗ്രേഡിയന്റ് എന്താന്ന് നോക്കാം. പുഷർ ഗ്രേഡിയന്റിന്റെ മറ്റൊരു പേരാണ് ഹെൽപ്പർ ഗ്രേഡിയന്റ്. ദ ഗ്രേഡിയന്റ് ദാറ്റ് റിക്വയർ എക്സ്ട്രാ എഞ്ചിൻ ടു പുഷ് ദ ട്രെയിൻ. ആ ഒരു ഗ്രേഡിയന്റില് നമുക്ക് ഒരു ട്രെയിനിന് ഒരു എഞ്ചിൻ ഉണ്ട്. ആ എഞ്ചിനായിരിക്കും ആ ട്രെയിനിനെ മൂവ് ചെയ്തു കൊണ്ടുപോകുക. അപ്പൊ ഒരു പർട്ടിക്കുലർ ഗ്രേഡിയന്റില് ഒരു എഞ്ചിന്റെ സഹായത്തോടെ മാത്രം നമുക്ക് ആ ഒരു ഗ്രേഡിയന്റ് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു എക്സ്ട്രാ എഞ്ചിൻ വെച്ച് അതിനെ പുഷ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ആ ഒരു പർട്ടിക്കുലർ ഗ്രേഡിയന്റില്. അതിനെ വിളിക്കുന്നതാണ് പുഷർ ഗ്രേഡിയന്റ്. അപ്പൊ വേറൊരു എഞ്ചിന്റെ ഹെൽപ്പ് അവിടെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ പുഷർ ഗ്രേഡിയന്റിനെ നമ്മൾ ഹെൽപ്പർ ഗ്രേഡിയന്റ് എന്നും വിളിക്കുന്നു. ദെൻ സ്റ്റേഷൻ യാർഡ് ഗ്രേഡിയന്റ്. ദ മാക്സിമം ഗ്രേഡിയന്റ് ഇൻ സ്റ്റേഷൻ യാർഡ് ഈസ് 1/400. ഒരു സ്റ്റേഷൻ മാക്സിമം നമ്മൾ പ്ലെയിൻ ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇനി അവിടെ എന്തെങ്കിലും കാരണവശാൽ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഗ്രേഡിയന്റ് ആണ് 1/400. ഡിസൈറബിൾ ആയിട്ടുള്ള ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ 1/1000 ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ കർവേച്ചർ ഓഫ് ട്രാക്ക്. എല്ലാ ട്രാക്കും സ്ട്രെയിറ്റ് ആവണമെന്നില്ല. ചില ഏരിയയിൽ കർവേച്ചർ ഉണ്ട്. കർവേച്ചർ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. റേഡിയസിന്റെ ടേമിൽ ഡിഫൈൻ ചെയ്യും. ഇതൊക്കെ നമ്മൾ റെയിൽവേയിലും പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റേഡിയസും അതുപോലെ ഡിഗ്രി ഓഫ് കർവും നമ്മളിത് സർവേയിലും ഒക്കെ റേഡിയസ് ഡിഗ്രി ഇങ്ങനത്തെ ടേമുകളൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. അതിന്റെ കാൽക്കുലേഷൻ ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡിഗ്രി ഓഫ് കർവും അതുപോലെ റേഡിയസും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഈ കാണിച്ചത്. D = 1750 ഡിവൈഡ് ബൈ R. ആ റിലേഷൻ ഒന്ന് ഓർത്തിരിക്കാം. അടുത്തൊരു ടേം ആണ് സൂപ്പർ എലിവേഷൻ. സൂപ്പർ എലിവേഷൻ നമുക്കറിയാം റോഡ് ആണെങ്കിലും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്ക് ഒക്കെ ആണെങ്കിലും ഒരു കർവ് എടുക്കുന്ന സമയത്ത് ഔട്ടർ സൈഡ് നമ്മൾ കുറച്ച് റൈസ് ചെയ്ത് കൊടുക്കും ഇന്നറിനേക്കാളും. കർവിന്റെ ഔട്ടർ സൈഡ് ഇച്ചിരി പൊക്കി കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ. അതിന്റെ ആ 3 സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ കാണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ബാങ്കിങ്. ഈ 3 ടേം ഓർത്തിരിക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ദ റേസ്ഡ് എലിവേഷൻ ഓഫ് ഔട്ടർ റെയിൽ above the inner rail. സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ കാണ്ട് അല്ലെങ്കിൽ ബാങ്കിങ്. ഇനി സൂപ്പർ എലിവേഷൻ 3 ടൈപ്പ് ഉണ്ട്. ഇക്വിലിബ്രിയം കാണ്ട് ഉണ്ട്, ആക്ച്വൽ കാണ്ട് ആൻഡ് നെഗറ്റീവ് കാണ്ട്. ഇത്രയും ആണ് നമുക്ക് സൂപ്പർ എലിവേഷനിൽ നോക്കാനുള്ളത്. അതിന്റെ ഡെഫിനിഷൻ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് അവിടെ നോക്കേണ്ട ഒരു കാര്യം, ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷന്റെ ഇക്വേഷൻ ഒന്ന് നോക്കി വെക്കാം. അതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാം. ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ ഈസ് ഈക്വൽ ടു GV² ഡിവൈഡ് ബൈ 127 R ആണ്. G ഇസ് ദ ഗേജ് ഡിസ്റ്റൻസ്, V ഇസ് ദ പെർമിസിബിൾ സ്പീഡ് ഇൻ km/h. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുള്ളത് ഈ യൂണിറ്റ്സുകളാണ്. അപ്പൊ യൂണിറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. G ഗേജ് ഡിസ്റ്റൻസ് ഇൻ മീറ്റർ ആണ്. V ഇസ് ദ permissible speed in km/h. R is the radius of curvature in meter. E in meter. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ ഇൻ മീറ്റേഴ്സിലായിരിക്കും. അപ്പൊ ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. ഗേജ് ഡിസ്റ്റൻസ് മീറ്റർ ഗേജിലും ബ്രോഡ് ഗേജിലും ഒക്കെ അറിഞ്ഞിരിക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഇങ്ങനത്തെ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് റെയിൽവേ എഞ്ചിനീയറിംഗിൽ നമുക്ക് PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ ഇത്രയും പോർഷൻ പഠിച്ചാൽ നമ്മളൊരു ഒരുവിധം റെയിൽവേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പൊ എല്ലാവരും അത് പഠിക്കാം. താങ്ക് യു.